بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما أرسلناك إلا رحمة للعالمين صدق الله مولانا العلي العظيم الصلاة والسلام عليك يا سيدنا يا رسول الله خذ بأيدينا قلت حيلتنا أدركنا أرحم الراحمين يا الله. ഈ പരിശുദ്ധ മജ്‌ലിസിൽ കൂടിയ ഞങ്ങളെയും മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സ്നേഹജനങ്ങളെയും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുഹിബ്ബീങ്ങളിൽ ചേർക്കണേ അല്ലാഹ്. മുഹിബ്ബീങ്ങൾക്ക് വാഗ്ദത്തം ചെയ്ത എല്ലാറ്റിനും ഞങ്ങളെ നീ അർഹരാക്കണേ അല്ലാഹ്. നല്ല നിയ്യത്ത് വെച്ചുകൊണ്ട് ഈ സഭയിലെത്തിയ ഞങ്ങളെ എല്ലാവരുടെയും മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാഹ്. പരിശുദ്ധ റബീഉൽ അവ്വലിൻ്റെ 1 മുതൽ തുടങ്ങി ഇന്ന് 10ാമത്തെ ദിവസമാണ്. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചുള്ള നമ്മുടെ പഠനം. നമ്മുടെ ഹൃദയത്തിൽ ഒരു സാധനത്തോട് ഏതെല്ലാം അർത്ഥത്തിൽ പ്രിയം, സ്നേഹം, പ്രണയം, പ്രേമം, ഇഷ്ടം എന്നിങ്ങനെ നമ്മുടെ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്ത് ഉണ്ടാകുന്ന ഈ പ്രത്യേക അവസ്ഥ ഏതെല്ലാം വിഷയത്തിൽ ഉണ്ടാകുന്നോ അതെല്ലാം ചേർന്ന് നിൽക്കുന്നത് മുഹമ്മദ് മുസ്തഫ. നാം പലതിനെയും പലതിൻ്റെ പേരിലുമാണ് ഇഷ്ടപ്പെടുക. ആ വരുന്ന ഇഷ്ടം എന്നതിന് മഹബത്ത് എന്ന് പറയുമ്പോൾ അതിനെ ഒരു വേള അതിന് പ്രിയം എന്ന് പറയാം, സ്നേഹമെന്ന് പറയാം, ഇഷ്ടമെന്ന് പറയാം, പ്രേമമെന്ന് പറയാം. അതിങ്ങനെ മഹബത്ത് വർദ്ധിച്ചെത്തുമ്പോഴാണ് അത് ഇഷ്കിലേക്ക് ഉയരുന്നത്. അത് പ്രണയം എന്നതാണ്. ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ അർത്ഥത്തിലും നാം മഹബത്ത് വെക്കാൻ അർഹതപ്പെട്ടതാണ്. പക്ഷെ നമ്മുടെ ഈ പരിശ്രമമൊക്കെ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബത്ത് പഠിപ്പിക്കുന്ന ഹദീസുകളിലൊക്കെ അങ്ങോട്ടും മഹബത്ത്, തിരിച്ച് ഇങ്ങോട്ടും മഹബത്ത്. നമ്മുടെ ഹൃദയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊരു സ്ഥാനമുള്ളതുപോലെ നബി തങ്ങളുടെ ഹൃദയത്തിൽ നമുക്കൊരു സീറ്റ് ലഭിക്കണം. അവിടെയാണ് നമ്മുടെ പരിശ്രമം. ഹദീസുകളിലൊക്കെ കാണാൻ സാധിക്കുന്ന ഒരു പ്രയോഗമുണ്ട്. റളിയല്ലാഹു അൻഹും വറദു അൻഹു. സ്വഹാബത്ത് അള്ളാഹുവിനെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു, അള്ളാഹു അവരെ ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ടു. ഖൈബർ ചരിത്രം വായിക്കുമ്പോൾ മഹബത്തിന്റെ ഒട്ടേറെ രംഗങ്ങളുണ്ട്. ഖൈബർ ഒരു തീക്ഷ്ണമായ പരീക്ഷണങ്ങളോട് കൂടെ നടന്ന ഒരു സമരമാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബാക്കളും ഖൈബറിലെത്തി. സ്വഹാബാക്കളെല്ലാം വിളിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഖൈബർ സമരത്തിന് വേണ്ടി അവരെ മനസ്സും ശരീരവും തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു വാക്കുണ്ട്, ലൗഅത്തി അന്ന ഹാദിഹി റായ എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു വാക്ക് നാം പഠിക്കണം. ലൗഅത്തി അന്ന ഹാദിഹി റായത ഗദൻ റജുലൻ യഫ്തഹില്ലാഹു അലാ യദൈ. ഇസ്ലാമിന്റെ ഈ പതാക ഞാൻ നാളെ ഒരാളെ കയ്യിൽ കൊടുക്കും.
അദ്ദേഹം മുഖേന ഈ പതാക ഈ രാജ്യത്തിന്റെ നെറുകയിൽ പാറി പറക്കും. അദ്ദേഹം മുഖേന, ആ പതാക പിടിക്കുന്ന ആൾ മുഖേന ഈ സൈന്യം വിജയിക്കും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അദ്ദേഹത്തിന്റെ ഗുണം പറഞ്ഞു, യുഹിബ്ബുല്ലാഹ വറസൂലുഹു വയുഹിബ്ബുഹുല്ലാഹു വറസൂലുഹു. ഞാൻ പതാക നൽകുന്ന ആള് അള്ളാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെടുന്ന ആളാണ്. മാത്രമല്ല അള്ളാഹുവും റസൂലും അദ്ദേഹത്തെയും ഇഷ്ടപ്പെടുന്നതാണ്. അങ്ങനത്തെ ഒരാളെ കയ്യിൽ ഞാൻ ഈ പതാക നൽകാൻ പോകുന്നു മുഹമ്മദ് മുസ്തഫ. സ്വഹാബാക്കൾ ഓരോരുത്തരും പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് പറഞ്ഞ് രാത്രി സ്വഹാബാക്കളൊക്കെ വിശ്രമത്തിലേക്ക് നീങ്ങി. നാളെയാണ് സമരം നടക്കുന്നത്. ശത്രുക്കൾ അപ്പുറത്തെ എല്ലാ തയ്യാറെടുപ്പും നിർത്തി റെഡിയാക്കി നിൽക്കുക. നാളെ ഈ പതാക ഞാനൊരാളെ കയ്യിൽ കൊടുക്കും. അദ്ദേഹം അങ്ങോട്ടും അദ്ദേഹത്തെ അങ്ങോട്ടും. യുഹിബ്ബുല്ലാഹു വറസൂലുഹു വയുഹിബ്ബുഹുല്ലാഹു വറസൂലുഹു. ഈ പ്രത്യേക ഗുണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ വഹയിന്റെ നാവ് കൊണ്ട് ഷഫീഉനാ റസൂലുള്ളാഹ്, നമ്മളാരെങ്കിലും സംസാരിക്കുന്നത് പോലെ അല്ലല്ലോ. മുത്തുനബി സംസാരിക്കുന്നത് എങ്ങനെയാണ്? മാ യൽഫദു മിൻ ഖൗലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസാരിക്കുന്നത് വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. നബി തങ്ങളുടെ നാവിൽ നിന്ന് ഒരു വാക്ക് വരികയാണോ അത് അള്ളാഹുവിന്റെ അറിവും തീരുമാനവും പ്രകാരം മാത്രമാണ്. ആ റസൂലുള്ളാഹിയാണ് പറയുന്നത്, ഈ പതാക ഞാനൊരാളെ കയ്യിൽ കൊടുക്കും. അദ്ദേഹം അള്ളാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെടുന്നു, അള്ളാഹുവും റസൂലും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നു. മാത്രമല്ല അദ്ദേഹം മുഖേന ഇസ്ലാം വിജയിക്കും. ഈ പതാക ഇതിന്റെ നെറുകയിൽ പാറി പറക്കും. സ്വഹാബാക്കളെല്ലാം വിശ്രമത്തിന് വിട്ടു. രാത്രി ഒരൊറ്റ സ്വഹാബിയും അന്നത്തെ രാത്രി ഉറങ്ങിയില്ല. ഓരോരുത്തരും അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ മഹബ്ബത്തിന്റെ ആള് ഞാനായെങ്കിൽ ഒരാൾക്കും സാധിക്കാത്ത ഒരു മോട്ടിവേഷനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൈന്യത്തിന് നൽകുന്നത്. എല്ലാവരും പിറ്റേന്ന് രാവിലെ നേരത്തെ തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞ് സുബ്ഹി ജമാഅത്തിന് സ്വഹാബാക്കൾ ഒത്തുകൂടാണ്. ആ സ്വഹാബാക്കൾ ഒത്തുകൂടിയപ്പോൾ സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ്, അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, വലിയ സ്വഹാബാക്കൾ ഓരോരുത്തരും തമ്മിൽ കണ്ടപ്പോൾ അവര് പറയാണ്, ഞാൻ ഇന്നലെ ഉറങ്ങിയിട്ടില്ല, ഞാനും ഉറങ്ങിയിട്ടില്ല. എന്തേ? അത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നബിതങ്ങൾ പറഞ്ഞില്ലേ, ഈ പതാക ഞാനൊരാളെ കയ്യിൽ കൊടുക്കും. യുഹിബ്ബുഹുല്ലാഹ വറസൂൽ വയുഹിബ്ബുഹുല്ലാഹു വറസൂൽ. നബിതങ്ങൾ ആ കാര്യം പറഞ്ഞപ്പോൾ ആ ആള് ഞാനായെങ്കിൽ എന്ന് ഞാൻ ഓർത്തുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുകയായിരുന്നു. അത് ഞാനായെങ്കിൽ എന്ന് വിചാരിച്ച് ഞാൻ കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ ഓരോ സ്വഹാബിയും പടച്ചവനെ ഞാനായെങ്കിൽ മഹബ്ബത്തിനെ നമ്മൾ കാണണം. ഓരോ സ്വഹാബിയും വന്നിട്ട് പറയാണ്, രാത്രി മുഴുവനും സ്വഹാബാക്കളെല്ലാം കാത്തിരിക്കാണ്. എല്ലാവരും ആരെ കയ്യിലായിരിക്കും? അല്ലാഹു റബ്ബി നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമയമായപ്പോൾ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പതാക കൊടുക്കാനുള്ള ആളെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ നോക്കി കാത്തു നിൽക്കുമ്പോൾ നബി മുഹമ്മദ് മുസ്തഫ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കാണ്, ആ പതാക സ്വീകരിക്കേണ്ട ആളെ. ഓരോരുത്തരും അവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ ആളുകളും ആ പതാക ഏറ്റെടുക്കാൻ റെഡിയായിട്ടുള്ള നിപ്പാണ്. പക്ഷേ അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഐന അലി? അപ്പോഴാണ് ചോദിക്കുന്നത്, എല്ലാവരും ആ പതാക ഏറ്റെടുക്കാൻ റെഡി ആയിട്ട് നിൽക്കാണ്. ഞാനായെങ്കിൽ എന്ന ജിജ്ഞാസയിൽ, ഞാനായെങ്കിൽ എന്ന ആഗ്രഹത്തിൽ, എന്റെ കയ്യിൽ കിട്ടിയെങ്കിൽ എന്ന വല്ലാത്തൊരു അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നബി മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുന്നു, ഐന അലി റളിയല്ലാഹു അൻഹു എവിടെ? സഭയിൽ എവിടെയും അലിയാരെ കാണുന്നില്ല. സ്വഹാബാക്കൾ പറഞ്ഞു, നബിയെ, അലി റളിയല്ലാഹു അൻഹുവിന് കണ്ണിന് രോഗം പിടിച്ചിട്ട് വിഷമത്തിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലിയാരെ ഹാജരാക്കാൻ വേണ്ടി പറഞ്ഞു.
അലി റളിയല്ലാഹു അൻഹു ഇങ്ങനെ വരുമ്പോൾ കണ്ണ് തുറന്ന് ശരിക്കും നോക്കാൻ പറ്റുന്നില്ല. അത്രയധികം ചെങ്കണ്ണ് രോഗമാണ്. കണ്ണിങ്ങനെ കടഞ്ഞിട്ട് റസൂലുള്ളാഹിനെ പോലെ ശരിക്കും ഇങ്ങനെ നോക്കാൻ സാധിക്കുന്നില്ല. ആ രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് അലി റളിയല്ലാഹു അൻഹു വന്നപ്പോൾ ഫബസക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഐനൈഹി വദആ ലഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലിയാരിങ്ങനെ അടുത്ത് പിടിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമിനീര് ആ കണ്ണിലേക്ക് ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താജുൽ ഉലമ ഉള്ളാളത്തെ ഉപ്പാപ്പയൊക്കെ ദുആ കഴിഞ്ഞാൽ ആ ദുആഇന്റെ വെള്ളത്തിൽ ഇങ്ങനെ എന്ന് ചെയ്യുന്നത് കാണാൻ പറ്റും. അത് നബി മുഹമ്മദ് റസൂലുള്ളാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലി റളിയല്ലാഹു അൻഹു കണ്ണിൽ ഇങ്ങനെ ഉമിനീരിങ്ങനെ പുരട്ടി തുപ്പിക്കൊടുത്തു. ആ ഉമിനീർ അങ്ങോട്ട് വരുന്നതോടുകൂടെ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിങ്ങനെ തുറന്ന് സന്തോഷം. പിന്നീട് ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, വഫാത്താകുന്നത് വരെ അലി റളിയല്ലാഹു അൻഹുവിന് പിന്നീട് കണ്ണുമായി ബന്ധപ്പെട്ട ഒരു രോഗവും ഉണ്ടായിട്ടേ ഇല്ല. ഹബീബുനാ മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുള്ള ഹുബ്ബ് അതേ ഖൈബർ രണാങ്കണത്തിൽ സലമത്ത് ബിൻ അക്വഅ റളിയല്ലാഹു അൻഹു ഒരു ശത്രുവിന്റെ വെട്ട് സലമത്ത് ബിൻ അക്വഅ റളിയല്ലാഹു അൻഹുവിന്റെ ഈ മുട്ടുംകാലിനാണ് സംഭവിച്ചത്. ഈ ജോയിന്റിൽ കാലിങ്ങനെ ആടിയിട്ട് നടക്കാൻ പറ്റുന്നില്ല. ബഹുമാനപ്പെട്ട സലമത്ത് ബിൻ അക്വഅ റളിയല്ലാഹു അൻഹുവിനെ നബി മുഹമ്മദ് റസൂലുള്ളാഹ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്ത് കൊണ്ടുവന്നു. ഫഅതൈതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാനിങ്ങനെ കാല് വേച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുക്കലെത്തിയപ്പോൾ ഹബീബുനാ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ കാലിങ്ങനെ കൂട്ടിയിട്ട് ഫനഫസ ഫീഹി സലാസ നഫസാത്തിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ ആ മുറിഞ്ഞ കാലിന്റെ മുറിവിലേക്ക് റസൂലുള്ളാഹി തങ്ങൾ 3 പ്രാവശ്യം ഇങ്ങനെ ഊതി. ഫനഫസ ഫീഹി സലാസ നഫസാത്തിൻ, 3 പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ജോയിന്റ് വിട്ടിരിക്കുന്ന കാലിങ്ങനെ കൂട്ടിയിട്ട് റസൂലുള്ളാഹി തങ്ങൾ ഒന്ന് ഊതിയപ്പോൾ സുബ്ഹാനല്ലാഹ് ആ സെക്കൻഡിൽ തന്നെ കാല് സുഖപ്പെട്ടിട്ട് ഫമസ്തകൈതുഹാ ഹത്ത സാഅ, മരിക്കുന്നത് വരെ പിന്നെ ആ കാലിന് എനിക്കൊരു അസുഖം ഉണ്ടായിട്ടേ ഇല്ല. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹുബ്ബ് വെക്കുമ്പോൾ അതിന്റെ മഹബത്തിന്റെ ഗുണം ദുനിയാവിലും ലഭിക്കണം, ആഖിറത്തിലും ലഭിക്കണം. ഇന്നത്തെ കാലത്ത് ജീവിക്കുന്ന നമ്മളും അതേ റസൂലുള്ളാഹിനെ കൊണ്ടാണ് വിശ്വസിച്ചിട്ടുള്ളത്, അല്ലേ? സ്വഹാബാക്കൾ വിശ്വസിച്ച അതേ മുത്തുനബിയെ കൊണ്ടാണ് നമ്മളും വിശ്വസിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സ്വഹാബാക്കൾക്ക് കിട്ടിയതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് ശിഫാ നമുക്ക് കിട്ടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് പരിഹാരം നമുക്ക് കിട്ടണം. അതിനെന്ത് വേണം? അവര് മഹബത്ത് വെച്ചതുപോലെ മഹബത്ത് വെക്കണം. അവര് മഹബത്ത് വെച്ചതുപോലെ മഹബത്ത് വെക്കണം. മഹബത്തിന്റെ ഒരു മൂർധന്യത്തിലേക്ക് അങ്ങോട്ട് എത്തുമ്പോൾ നമ്മുടെ കൊച്ചുകുട്ടി, നമ്മുടെ വീട്ടിലെ ചെറിയ കുട്ടി, ആ ചെറിയ കുട്ടിയോട് വാപ്പാക്കും ഉമ്മാക്കും കുട്ടിയോടുള്ള ഒരു മഹബത്തുണ്ട്. ആ മഹബത്തിന് മുമ്പിൽ പിന്നെ എല്ലാം നോക്ക്. നിങ്ങൾ ഉമ്മയുടെ കയ്യിൽ കുട്ടി കാഷ്ടിച്ചു, മഹബത്തിന് കുറവുണ്ടോ? നമ്മൾ ചെറിയ കുട്ടിയെ എടുത്തിട്ട് ഇങ്ങനെ നമ്മളൊരു വഴിക്ക് പോകാൻ വേണ്ടി ഒരുങ്ങി ഇങ്ങനെ റെഡിയായിട്ട് നിന്നിട്ട് ചെറിയ കുട്ടിയെ നമ്മളിങ്ങനെ എടുത്ത് പൊക്കി, കുട്ടിയാണ് മൂത്രമൊഴിച്ചു ഒന്നായിട്ട്, കന്തൂറിയിലും ഡ്രസ്സിലും ഒക്കെ ഒന്നായിട്ട്, മഹബത്തിന് കുറവുണ്ടോ? ആ കുട്ടിയുടെ ഉമിനീര് നമ്മുടെ ശരീരത്തിലൂടെ, മഹബത്തിന് കുറവുണ്ടോ? ഹൃദയം അറിഞ്ഞ ഒരു മഹബത്ത്, നമുക്ക് കുട്ടികളോട് വാത്സല്യത്തിലുള്ള ഒരു മഹബത്താണ്, ഭാര്യമാരോട് സ്നേഹത്തിലുള്ള ഒരു മഹബത്താണ്. അങ്ങനെ ഓരോന്നിനോട് ആ മഹബത്തിന്റെ പരിപൂർണതയിലേക്ക് എത്തുമ്പോൾ അങ്ങോട്ടും മഹബത്ത്, ഇങ്ങോട്ടും മഹബത്ത്. ആ ഒരു മഹബത്തിന്റെ പരിധിയിൽ എത്തുമ്പോൾ തീർച്ചയായും നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പൊ ഇന്നത്തെ കാലത്ത് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഇതുപോലെ ശിഫ കിട്ടിയ 100 കൂട്ടം സംഭവങ്ങൾ കിതാബിൽ നമുക്ക് കാണാൻ പറ്റും. എന്നാൽ ബഹുമാനപ്പെട്ട മഖ്ദൂം റളിയല്ലാഹു അൻഹു, മഖ്ദൂം തങ്ങള്
നമുക്ക് മങ്കൂസ് മൗലിദ് ഉണ്ടാക്കി തന്നിട്ട് ആ മങ്കൂസ് മൗലിദിൽ കാണാം വമരിളൻ അൻത സായിറുഹു ഖദ് അതാഹു അല്ലാഹു ബിൽ ഫറജി സ്വല്ലി റബ്ബൽ ആലമീന അലാ സയ്യിദിൽ ഖൗലൈനി വസ്സുറുജി. നബി മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വമരിളൻ അൻത സായിറുഹു, ഒരു രോഗിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സന്ദർശിക്കുമ്പോൾ, നബി തങ്ങൾ രോഗിയെ സന്ദർശിച്ചാൽ തീർച്ചയായും ഖദ് അതാഹു അല്ലാഹു ബിൽ ഫറജി, നബി തങ്ങൾ സന്ദർശനത്തിന്റെ ഫലമായിട്ട് ആ രോഗിക്ക് ശിഫയാകും എന്നല്ല പറഞ്ഞത്. ആ രോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അയാൾക്ക് എന്തൊക്കെ ശാരീരിക ക്ഷീണം വന്നോ, എന്തൊക്കെ സാമ്പത്തിക ക്ഷീണം വന്നോ, എന്തൊക്കെ കുടുംബപരമായ പ്രതിസന്ധി വന്നോ, അദ്ദേഹം ആ രോഗം കൊണ്ട് അനുഭവിച്ച എന്തെല്ലാം ശാരീരിക, മാനസിക, സാമ്പത്തിക, കുടുംബപരമായ പ്രശ്നങ്ങൾ അനുഭവിച്ചോ അതെല്ലാം മാറിക്കിട്ടുമെന്ന്. ഖദ് അതാഹു അല്ലാഹു ബിൽ ഫറജി. മഹബത്ത് എന്ന് പറയുന്നത് അമലുകളെ കൊണ്ട് മഹബത്ത്, എല്ലാം കൊണ്ടും മഹബത്താണ്. ഹുബ്ബിന്റെ ഒരു സംഭവം പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട അതാഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹുവിന്റെ ഹികമിന്റെ ശറഹിൽ കാണാൻ പറ്റും. ഇന്ന ജാബിർ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു സ്വനഅ തുആമൻ ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹു മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി വളരെ അടുത്ത് ബന്ധപ്പെട്ട് ജീവിക്കുന്ന സ്വഹാബാക്കളെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് ജാബിർ റളിയല്ലാഹു അൻഹു. ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു സൽക്കാരം. നബി തങ്ങൾ ആ സൽക്കാരത്തിന് പോകുമ്പോൾ ഒരു കൂട്ടം സ്വഹാബാക്കൾ നബി തങ്ങളോടൊപ്പമുണ്ട്. അവരുടെ കൂട്ടത്തിൽ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ്, ഇവരൊക്കെ അടക്കമുള്ള ഒരു സംഘം ഉള്ള സമയത്താണ് നബി മുഹമ്മദുർ റസൂലുള്ളാഹ് ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ ഒരു ഭക്ഷണം ഒരുക്കിയത്. ആ ഭക്ഷണത്തിന് പോയിട്ട് ഫലമ്മ അക്കലു ത്വആം, ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം അവർ ഒരുമിച്ച് കഴിച്ചിട്ട് ജലസു, അവരിങ്ങനെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് വെച്ചാൽ എന്തായിരിക്കും നമ്മളെ സംസാരം? പഴം അത്ര വലിപ്പം വേണ്ടിയിരുന്നില്ല അല്ലേ, ചെറിയ പഴം മതിയല്ലോ. നമ്മൾ ഉള്ളീനൊരു അൽഹംദുലില്ലാ പറയലല്ലോ നമ്മളെ രീതി. ഏതാണ് അവിടെ കുറവുള്ളത് എന്ന് വെച്ചാൽ അത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കലാണ് നമ്മളെ ഒരു പ്രകൃതി. നമുക്കുള്ള ഒരു നഷ്ടവും അതാണ്. ഇപ്പൊ ഉദാഹരണമായിട്ട് ഈ കൂട്ടത്തിൽ നമ്മുടെ കുടുംബത്തിലോ കമ്മിറ്റിയിലോ ഒക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ 10 കാര്യം ചെയ്തു, 9 അൽഹംദുലില്ലാ നല്ല റാഹത്തിലാണ്. ഒരു കാര്യത്തിൽ ഒരു വീഴ്ച പറ്റിയാൽ കമ്മിറ്റിയിൽ മുഴുവൻ അതാണ്ടാകും, കുടുംബത്തിൽ മുഴുവനും അതാണ്ടാകും. ഇനി അയാളെ കൊണ്ട് കിട്ടുന്ന 9 ഗുണം ഇല്ലാതെയാകുന്ന തരത്തിലാണ് നമ്മുടെ എല്ലാ സംസാരവും പോവുക. ഒരു കമ്മിറ്റിയിലും ഒരു കുടുംബത്തിലും അങ്ങനെ വരാൻ പാടില്ല. അത് നമുക്ക് പിശാചുണ്ടാക്കി തീർക്കുന്ന ഒരു രീതിയാണ്. ശൈത്താൻ നമ്മളെ സ്വാധീനിക്കുന്ന ഒരു രീതിയാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ? പ്രത്യേകിച്ച് നമ്മളെ മലയാളികൾക്ക് ഒരു സംഗതിക്ക് ഒരു 100% പറയാൻ നമ്മളെ മലയാളത്തിൽ ഇങ്ങോട്ട് തയ്യാറാവില്ല. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, അങ്ങനെ പറയും. തിരക്കേടില്ല, നന്നായി അൽഹംദുലില്ലാ, അത് പറയോ? എങ്ങനെ? കുഴപ്പമില്ല, അത്രേ നമ്മൾ പറയുള്ളൂ. നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. അതേപോലെ തന്നെ ഇവിടെ അറബികളൊക്കെ നോക്കിയാൽ നിങ്ങൾ ചെറിയൊരു സംഗതി ചെയ്താൽ തന്നെ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ, അതിന്റെ ഒരു സന്തോഷം വേറെ തന്നെ ഇങ്ങനെ കാണും. ഞാനൊക്കെ ദുബായിൽ ഇങ്ങനെ യാത്ര ചെയ്ത് പോകുമ്പോൾ അവിടെയുള്ള എനിക്ക് പരിചയമുള്ള ഖാലിദ് എന്ന് പറഞ്ഞൊരു അറബി, അദ്ദേഹം കൊണ്ട് ഇങ്ങനെ റോഡ് സൈഡിൽ ആക്സിഡന്റ് ആയിട്ട് കന്തൂറിൽ മുഴുവൻ രക്തമായിട്ട് ഇങ്ങനെ നിൽക്കണം. ഞാൻ പെട്ടെന്ന് വണ്ടി നിർത്തി അദ്ദേഹത്തിന് ഓടിക്ക് അസ്സലാമു അലൈക്കും വഅലൈക്കും അസ്സലാം കൈഫ ഹാലക് അൽഹംദുലില്ലാ 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 അൽഹംദുലില്ലാ. ഒരു 15 അൽഹംദുലില്ലാ കഴിഞ്ഞിട്ടാണ് മൂപ്പര് സംസാരം തുടങ്ങിയത്. ഒരു 15 അൽഹംദുലില്ലാ. പിന്നെ അദ്ദേഹം സംസാരിച്ച വാക്കുകളിൽ ഏറ്റവും കൂടുതൽ വരുന്നത് അൽഹംദുലില്ലാ. അദ്ദേഹം പറഞ്ഞു, അത് വണ്ടിയല്ലേ, അത് ഇരുമ്പാണ്, അതിന് കുഴപ്പം തട്ടിയാൽ കുഴപ്പമില്ല. അദ്ദേഹം അതിങ്ങനെ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. നമ്മൾ വെള്ളമടച്ച് ബിരിയാണിയൊക്കെ വെച്ചിട്ട് എന്താ അർത്ഥം? എങ്ങനെ പോണ ഒരു ശുക്രിന്റെ പദം പൊതുവെ നമ്മളെ ഭാഷയിൽ തന്നെ എന്താണ്?
ശുക്രിന്റെ പദം ഒരു കുറവാണ്. ഒരു അൽഹംദുലില്ലാ നമ്മൾ പറഞ്ഞു കിട്ടൂല. ഉഷാറാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു കിട്ടില്ല. കുഴപ്പമില്ല, എങ്ങനെയുണ്ട്, കുഴപ്പമില്ല. ഹബീബുനാ റസൂലുള്ളാഹി. നമ്മൾ ദീനിയായ വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ, അതേപോലെ തന്നെ ഒരാളെ മോട്ടിവേറ്റ് ചെയ്ത് സംസാരിക്കുമ്പോൾ എപ്പോഴും എന്താണ്, അതായത് കാണണം, അയാളെ വാക്കിലത് കാണണം. നബി മുഹമ്മദ് റസൂലുള്ളാഹ്, നബിതങ്ങളും സ്വഹാബാക്കളും ഒരുമിച്ച് ആ ഭക്ഷണം കഴിച്ചിട്ട് ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിന്റെ മുറ്റത്ത് ഇങ്ങനെ ഇരുന്ന് എല്ലാവരും കൂടി ഒരുമിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഫഖാമ ഫീഹിം സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്, ആ സഭയിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നു. എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് ഇങ്ങനെ ഹൽക്കയായിട്ട് ഇരിക്കുകയാണ്. ഭക്ഷണം കഴിച്ചിട്ട് ആ റാഹത്തുള്ള സംസാരത്തിന് ഇങ്ങനെ ഇരിക്കാം. അപ്പൊ ഫഖാമ ഫീഹിം സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഹുബ്ബിബ ഇലയ്യ മിനദ്ദുനിയാ സലാസ്, ഹുബ്ബിബ ഇലയ്യ മിനദ്ദുനിയാ സലാസ്, ഭൂമിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 3 കാര്യമുണ്ടെന്ന് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. വരുന്ന ആളുകൾ അവിടെ തന്നെ ഇരുന്നാൽ ഇനി വരുന്നവരെവിടെ ഇരിക്കും? കുറച്ചിങ്ങോട്ട് കയറി ഇന്നിങ്ങനെ ലേശം അതേ ഉടലോണ്ട് നീങ്ങണം. ഇങ്ങനെ കാട്ടിയതുകൊണ്ട് സ്ഥലം കിട്ടൂല. ആ നീങ്ങാൻ പറയുമ്പോൾ ഒന്നായിട്ട് നീങ്ങിയെങ്കിലേ സ്ഥലം കിട്ടുള്ളൂ. അല്ലാഹു ഖൈറ് തരട്ടെ. അൽഹംദുലില്ലാ. ആ വരുന്ന വഴിയിൽ തന്നെ ഇരുന്നാലേ ഇനി വരുന്ന ആളുകൾക്ക് ഇരിക്കണ്ടേ. അപ്പൊ ഒന്നിങ്ങനെ നീങ്ങിയിരുന്നാൽ മതി. ശരി, അള്ളാഹുവിന് ഖൈറ് നൽകണേ അല്ലാഹ്. ഹബീബായ മുഹമ്മദ് മുസ്തഫ. ശ്രദ്ധിക്കണം വിഷയങ്ങൾ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഇരുന്നപ്പോ ആ സദസ്സിൽ എഴുന്നേറ്റ് വന്നു സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. ഹുബ്ബിബ ഇലയ്യ മിനദ്ദുനിയാ സലാസ്, 3 കാര്യം ഭൂമിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. ഒന്ന് ഇക്സാറു സ്വലാത്തി അലൈക യാ റസൂലല്ലാഹ്. എന്താണ് ഇഷ്ടപ്പെട്ടിരിക്കുന്ന 3-ൽ 1? നബിയെ തങ്ങളെ പേരിൽ സ്വലാത്ത് ഇങ്ങനെ വർദ്ധിപ്പിക്കാം. സ്വലാത്ത് ഇങ്ങനെ വർദ്ധിപ്പിക്കാം. ഇഷ്ടപ്പെട്ടതിന്റെ പേരിങ്ങനെ പറയൽ നമുക്കൊക്കെ ഇഷ്ടമായി അല്ലേ? നമുക്കൊരു സന്താനം ഉണ്ടായാൽ, അല്ലെങ്കിൽ ഒരു മകനൊരു കുട്ടി ഉണ്ടായാൽ ആ കുട്ടിയെ പറ്റി നമ്മൾ കാണുന്നവരോടൊക്കെ പറയും. കുട്ടിയുടെ തമാശ, കുട്ടിയുടെ കളി, കുട്ടിയുടെ വർത്തമാനം, കുട്ടിയുടെ ചിരി, കുട്ടി സംസാരിച്ചത്, ഇതൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കും അല്ലേ? നമ്മുടെ നാവ് കൊണ്ട് ഇഷ്ടപ്പെട്ടതിനെ പറഞ്ഞുകൊണ്ടേയിരിക്കാം. അതൊരു വല്ലാത്ത സന്തോഷമാണ് അല്ലേ? നബി മുഹമ്മദ് റസൂലുള്ളാഹ്. നമ്മുടെ ഹൃദയത്തിൽ നബിതങ്ങൾക്ക് ഒരു സീറ്റുണ്ടോ? അപ്പൊ നബിതങ്ങളെ പറ്റി എങ്ങനെ പറയാ? എന്താണ് പറയുന്നത്? വാനലോകത്ത് അല്ലാഹു തആല ആദ്യം നബിതങ്ങളെ പറ്റി പറയാൻ തീരുമാനിച്ചു. എവിടൊക്കെ? അല്ലാഹു സുബ്ഹാനഹു വ തആല ആലമുൽ അർവാഹ്, ആലമുൽ മലക്കൂത്ത്, ആലമുൽ ഗൈബ്, മനുഷ്യനെന്നല്ല സൃഷ്ടികളുടെ കൈകടത്തലുകൾക്ക് ഒരിക്കലും സാധ്യതയില്ലാത്ത ലോകം അള്ളാഹുവിന്റെ ഹദറത്തുൽ ഖുദ്സ്. അവിടെ അള്ളാഹുവിന്റെ ഹദറത്തിൽ നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹു തആല നബിതങ്ങളെ പറ്റി പറയാം. അവിടെ നിന്ന് ഇങ്ങോട്ട് മലായിക്കത്തിന്റെ ലോകം, ആ മലക്കുകളുടെ ലോകത്ത് അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് പറയുക. അപ്പൊ അവിടെ മുഴുവൻ പിന്നെ അല്ലാഹു തആല എന്ത് പറഞ്ഞു? അവിടെ ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഭൂമിയിലും നിങ്ങൾ പറയണം. അതാണ് ഇന്നല്ലാഹു മലായികത്തുഹു യുസല്ലൂന അലൻ നബി അല്ലേ? അള്ളാഹുവിന്റെ ആ ലോകത്തൊക്കെ നബിതങ്ങളെ കുറിച്ച് പറയാൻ തുടങ്ങി. ഇനി നിങ്ങൾ ഭൂമിയിൽ പറയണം. അപ്പൊ മണ്ണിലും വിണ്ണിലും ഒരുപോലെ മുഹമ്മദ് മുസ്തഫ. ഒരു സെക്കൻഡ്, ഒരു മൈക്രോ സെക്കൻഡ് ഭൂമിയിൽ മുത്ത് നബിയെ കുറിച്ച് പറയാത്ത ഒരു മൈക്രോ സെക്കൻഡ് ഭൂമിയിൽ കഴിയുന്നില്ല. ഇങ്ങനത്തെ ഒരു നേതാവ്, ഇങ്ങനത്തെ ഒരു ആ ലോകത്തെ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ വേറെ ആരുണ്ട്? മുഹമ്മദ് മുസ്തഫ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വലാത്ത് ഇങ്ങനെ ഇക്സാറു സ്വലാത്തി അലൈക യാ റസൂലല്ലാഹ്. ഭൂമിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട, ഏറ്റവും ഇഷ്ടപ്പെട്ട 3 കാര്യങ്ങളിൽ 1 ഏതാണ്? നബിതങ്ങളെ പേരിൽ സ്വലാത്ത് അങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക. അല്ലാഹുവേ, ഞങ്ങൾക്ക് അതിന് ഭാഗ്യം തരണേ അല്ലാഹ്. ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് ആ ഭാഗ്യം നൽകണേ അല്ലാഹ്. രണ്ടാമത്തത് എന്താ? ഇൻഫാഖു മാലി അലൈക യാ റസൂലല്ലാഹ്. അല്ലാഹു തആല എന്റെ കയ്യിൽ തന്നിരിക്കുന്ന സമ്പത്ത്, സിദ്ദീഖ് തങ്ങൾ പറയാണ്, അല്ലാഹു എന്റെ കയ്യിൽ തന്നിരിക്കുന്ന സമ്പത്ത്, ആ സമ്പത്ത് മുത്ത് നബി ഇഷ്ടപ്പെടുന്നത് ഏതാണോ ആ ഇഷ്ടപ്പെടുന്ന വിഷയത്തിന് വേണ്ടി ചെലവാക്കാം. അല്ലാഹു റബ്ബി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്റെ കയ്യിൽ അല്ലാഹു തആല ഏൽപ്പിച്ചിരിക്കുന്ന സ്വത്ത്, ആ സ്വത്ത് നബിതങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം ഏതാണോ ആ ഇഷ്ടപ്പെട്ട വിഷയത്തിൽ എന്റെ സ്വത്ത് ചെലവഴിക്കുക. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അതല്ലേ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് രണ്ടാളും കൂടെ മത്സരിച്ചു.
ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വിചാരിച്ചു, ഇന്ന് നബി തങ്ങൾക്ക് സദക്ക കൊടുത്തതിൽ ഞാൻ സിദ്ദീഖ് തങ്ങളെക്കാളും മുന്നിലെത്തിയേക്കും എന്ന് വിചാരിച്ചു. റസൂലുള്ളാഹിന്റെ അടുക്കൽ രണ്ടാളും എത്തി. അപ്പൊ നബി തങ്ങൾ ചോദിച്ചു ഉമർ ഖത്താബ് തങ്ങളോടും സിദ്ദീഖ് തങ്ങളോടും, സിദ്ദീഖേ, നിങ്ങളെ കയ്യിലുള്ള സമ്പത്ത് നിങ്ങൾ എന്നെ ഏൽപ്പിച്ചല്ലോ, നിങ്ങളെ കുടുംബത്തിന് നിങ്ങൾ എന്താണ് ബാക്കി വെച്ചത് എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അള്ളാഹുവിനെയും റസൂലിനെയും ബാക്കി വെച്ചിട്ടുണ്ട് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിങ്ങൾ എന്താ ബാക്കി വെച്ചത്? നബിയെ, എന്റെ കയ്യിലുള്ള പകുതി സംഖ്യ ഞാൻ എടുത്തിട്ടുണ്ട്, പകുതി ഞാൻ എന്റെ കുടുംബത്തിന് വെച്ചിട്ടുണ്ട്. കണ്ട, ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ മുഹമ്മദ് മുസ്തഫ. രണ്ടാമത്തെ കാര്യം. മൂന്നാമത് ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നത്, വൽ ജുലൂസു ബൈന യദൈക യാ റസൂലല്ലാഹ്, ഞാൻ എപ്പോഴും തങ്ങളെ കൂടെ തന്നെ ഇങ്ങനെ ഉണ്ടാവുക. നിസ്കാരം തങ്ങളുടെ കൂടെ, ഭക്ഷണം റസൂലുള്ളാഹിന്റെ കൂടെ, യാത്ര തങ്ങളുടെ കൂടെ, വിശ്രമം തങ്ങളുടെ കൂടെ, എപ്പോഴും ഇങ്ങനെ റസൂലുള്ളാഹിന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നബി തങ്ങളെ കണ്ട്, നബി തങ്ങളെ കൂടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ തന്നെ ഇങ്ങനെ ചേർന്ന് നിൽക്കാം. അതാണ് മൂന്ന് കാര്യം. ഒന്ന്, ഇക്സാറു സ്വലാത്തി അലൈക യാ റസൂലല്ലാഹ്, സ്വലാത്ത് വർദ്ധിപ്പിക്കാം. അപ്പൊ നാവ് കൊണ്ട അല്ലേ? ഇൻഫാഖു മാലി അലൈക യാ റസൂലല്ലാഹ്, സമ്പത്ത് മുഴുവനും ചെലവഴിക്കാം. ഒരു ജുലൂസ് ബൈന യദൈക, സമയം മുഴുവനും മുത്ത് നബിയുടെ കൂടെ. കണ്ടോ, അള്ളാഹു കൊടുത്തിരിക്കുന്ന എല്ലാ നിഅമത്തുകളും നബി മുഹമ്മദ് മുസ്തഫ. ഫജലസ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്, ആ സഭയിൽ ഈ കാര്യം പറഞ്ഞുകൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇരുന്നു. ഫഖാമ ഫീഹിം സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, മൂപ്പരത് പറഞ്ഞു ഇരുന്നപ്പോ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഹുബ്ബിബ ഇലയ്യ മിനദ് ദുനിയാ സലാസ്, നബിയെ, ഭൂമിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട മൂന്ന് കാര്യമുണ്ട്. ഭൂമിയിൽ എനിക്കും ഇഷ്ടപ്പെട്ട മൂന്ന് കാര്യമുണ്ട്. ഏതാണ് ആ മൂന്ന് കാര്യം? അല്ലാഹു റബ്ബി, ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാൻ തുടങ്ങി, ഇക്റാമുൽ ലൈഫ്, ഒന്ന് വിരുന്നുകാരെ സൽക്കരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിരുന്ന് സൽക്കാരത്തിന് വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് പറഞ്ഞത്? മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം ദൈഫഹു സദഖ റസൂലുള്ളാഹി. നിങ്ങൾക്ക് അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വാസമുണ്ടോ എന്ന് പറഞ്ഞാൽ, അല്ലാഹുവിലെ വിശ്വാസം കൊണ്ട് പാരത്രിക ലോകത്ത് ഗുണം കിട്ടണം എന്ന് താല്പര്യമുണ്ടോ? അതാണ് ആ ഹദീസിലെ ചോദ്യം. വിശ്വാസം കൊണ്ട് പലതും നേടും നമ്മൾ, അല്ലേ? ആ വിശ്വാസം കൊണ്ട് ഇങ്ങനെ ദുനിയാവിൽ ഇങ്ങനെ രക്ഷപ്പെട്ടു പോകാൻ വിചാരിക്കുന്നവരുണ്ടാവും, അല്ലേ? വിശ്വാസം കൊണ്ട് നല്ലൊരു പെണ്ണെട്ടാൻ വിചാരിച്ച ആളുണ്ടാവും, വിശ്വാസം കൊണ്ട് നല്ലൊരു കച്ചവടം തുടങ്ങാൻ വിചാരിച്ച ആളുണ്ടാവും, അല്ലേ? ചില ആളുകളൊക്കെ ഭയങ്കര രോഗ്യം കൂടിയിട്ട്, നല്ല മനുഷ്യന്മാരെപ്പോഴും കൂടിയിട്ട് എന്താകും, കാശ് പറ്റിക്കാനുള്ള രീതിയായിരിക്കും. അതേപോലെ തന്നെ വേറെ ചില ആളുകൾക്ക് നല്ലൊരു കല്യാണം ഉണ്ടാകാനായിരിക്കും. ഇസ്ലാമിലേക്ക് വരുന്ന ആളുകൾ പലരും എന്ത് വിചാരിച്ചു വരുന്നുണ്ട്? നല്ലൊരു പെണ്ണെട്ടാൻ വേണ്ടി വിചാരിച്ചു വരുന്നുണ്ട്. വിശ്വാസം എന്ന് പറഞ്ഞിട്ട് അള്ളാഹു തആല അവിടെ ഓർമ്മപ്പെടുത്തുന്നത്, മൻ കാന യുഅ്മിനു ബില്ലാഹ്, അള്ളാഹുവിൽ വിശ്വാസം, വൽ യൗമിൽ ആഖിർ, ഏതുകൊണ്ടും. അപ്പൊ ഈ വിശ്വാസം എവിടെ ഫലം ചെയ്യണം? വിശ്വാസം കൊണ്ട് ആഖിറത്തിൽ ഫലം കിട്ടണം. അങ്ങനത്തെ വിശ്വാസികളോട് ഫൽയുക്രിം ദൈഫഹു, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെ വിരുന്നുകാരെ നിങ്ങൾ സൽക്കരിക്കണം. അവിടെ പറഞ്ഞത് ഇക്റാമ് എന്നാണ്. കറമ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ് കറമ് എന്ന് പറയുന്നത്. ഒരാള് അദ്ദേഹത്തിന്റെ സാഹചര്യം അനുസരിച്ച് ഏതിനെ താല്പര്യപ്പെടുന്ന ആളാണോ അത് അയാൾക്ക് കൊടുക്കാം. ചില ആളുകൾ സദസ്സിലേക്ക് വരുമ്പോൾ എല്ലാവരും അദ്ദേഹത്തെ ഒന്ന് ആദരിക്കൽ അയാൾ ഒരു ആഗ്രഹിക്കണ കാര്യം, എങ്കിലും അയാൾ അങ്ങനെ സ്വീകരിക്കാം. വേറെ ചില ആളുകൾക്ക് ഒരു സദസ്സിൽ വന്നാൽ നല്ല ഭക്ഷണം എന്തെങ്കിലും കിട്ടിയിട്ട് അതായിരിക്കും അയാൾ അദ്ദേഹത്തെ അങ്ങനെ സൽക്കരിക്കാം. വേറെ ചില ആളുകൾക്ക് സദസ്സിലുള്ള ആൾക്ക് അയാളെ ഒന്ന് പറയാം, സഭയിൽ ഇന്ന ആളുകൂടെ ഉണ്ട് എന്നൊന്ന് പറയാം, അതൊരു താല്പര്യപ്പെടുന്ന ആളായിരിക്കും. അതൊരു അഹങ്കാരത്തിന് മറ്റുമല്ല പറയുന്നത്, അതൊരു താല്പര്യപ്പെടുന്ന അതാ. ഒരാളെ ഇക്റാമ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അയാളെ സന്തോഷിപ്പിക്കലാണ്. അയാളെ സന്തോഷിപ്പിക്കൽ എങ്ങനെ? അയാൾ ഇഷ്ടപ്പെട്ട രീതിയിലല്ലേ അയാളെ സന്തോഷിപ്പിക്കൽ, അല്ലേ? അപ്പൊ അതാണ് ഫൽയുക്രിം ദൈഫഹു. ബഹുമാനപ്പെട്ട സിദ്ദീഖ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹുബ്ബിബ ഇലയ്യ മിനദ് ദുനിയാ സലാസ്, ഭൂമിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട മൂന്ന് കാര്യമുണ്ട്. ഒന്നേതാ? ഇക്റാമുൽ ദൈഫ്, വിരുന്നുകാരെ സൽക്കരിക്കുക. വിരുന്നുകാരെ സൽക്കരിക്കുക, അതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. മറ്റതോ വസ്സിയാമു ഫിസ്സൈഫ്, നല്ല ചൂടുള്ള കാലത്ത് നോമ്പെടുക്കുക. ആരാ പറയുന്നത്? അല്ലാ, നമ്മൾ നോമ്പ് വരുന്നതിന്റെ മുമ്പ് തന്നെ പറയാൻ തുടങ്ങി, ഈ പ്രാവശ്യത്തെ നോമ്പുണ്ടല്ല ഭയങ്കര ചൂടാട്ട,
അല്ലേ ഉയ്മാനാലി? ഭയങ്കര ചൂടാ. എപ്പം പറയലോടും നമ്മള് നേരത്തെ തന്നെ പറയലോടും ഒരു വിധം കയ്യുമെങ്കിൽ എന്തിനാവൂല, നോക്കാൻ കഴിയൂല എന്നുള്ള രീതിയിൽ. ഹജ്ജിന്റെ തീരുമാനമൊക്കെ ആയപ്പോൾ ഒരാളിനോട് ചോദിച്ചു, ഉസ്താദെ ഈ പ്രാവശ്യം മിനായിൽ തീപിടുത്തിട്ടുണ്ടാവുമെന്ന്. അപ്പൊ അല്ല, തീപിടുത്തുണ്ടെങ്കിൽ മൂപ്പർക്ക് പോരാൻ പരിപാടി ഉണ്ടാവില്ല എന്നുള്ള ആൾക്കാർ. അപ്പൊ ഏതോ വർഷം അവിടെ തീപിടുത്തം ഉണ്ടായിക്കാണ്. അത് വിചാരിച്ചിട്ട് ഇക്കൊല്ലം തന്നെ മൂപ്പര് ഏതിനും ഒരുങ്ങണില്ല. അഥവാ തീപിടുത്തം ഉണ്ടാകുകയാണെങ്കിൽ ഞാനവിടെ ഇല്ല എന്നുള്ള കൊടുത്താണ് നിൽക്കുന്നത്. അപ്പൊ നമ്മളൊക്കെ ഒരു താല്പര്യം അങ്ങനെയാ പോകാം. ത്യാഗത്തിന് നമ്മൾ തയ്യാറില്ല, ഒരു സംഗതിയിൽ ഒരു ത്യാഗത്തിനില്ല. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നത് എന്താ, നല്ല ചൂട് കാലത്ത് നോമ്പ് വരും, അപ്പോഴല്ലേ നോമ്പിന് ഒരു ഹരമുള്ളൂ എന്നുള്ളതാണ് ആര് നിൽക്കണത്? അല്ലാഹു റബ്ബി ഉമർ ഇബ്നുൽ ഖത്താബ്. മൂന്നാമത്തത് ബഹുമാനപ്പെട്ടവർ എന്താ ഓർമ്മപ്പെടുത്തുന്നത്? വല്ലറബു ബിസ്സൈഫ് ബൈന യദൈ റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങോട്ടേക്ക് അബ്ദുറഹ്മാൻ ഹാജി, ഞാൻ ഈ പ്രാവശ്യം ഇങ്ങോട്ട് വരുമ്പോൾ എന്നെ എയർപോർട്ടിൽ നിന്നേ സ്വീകരിച്ചു. ഓ, എയർപോർട്ടിൽ ചായ ക്ലാസ് ഉണ്ട്, വലിയ ക്ലാസ്സിലാണ് ചായ. പക്ഷെ അതിനനുസരിച്ച് പൈസയും കൊടുക്കാനുണ്ട്, വെറുതെ അവിടെ പോയി ചിരിച്ചു വാങ്ങാൻ നിൽക്കണ്ട. അല്ലാഹു റബ്ബി. നമ്മളിവിടെ ഹജ്ജിന് വന്നിരുന്ന രണ്ട് പ്രായമുള്ള ഉമ്മാമിയും പാപ്പിയും കൂടി. നാട്ടിലുള്ള പ്രായമുള്ള ആൾക്കാർക്ക് ഇടക്കിടക്ക് കട്ടൻ ചായ കിട്ടണം, ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കിട്ടുന്നില്ല. ഇവർക്ക് രണ്ടാക്കും ജിദ്ദ എയർപോർട്ടിൽ ഇറങ്ങി നോക്കുമ്പോൾ കട്ടൻ ചായ കിട്ടായിട്ട് രണ്ടാക്കും ഭയങ്കരക്ക് കുറേ ഇങ്ങനെ ക്ലാസ് ഇട്ടപ്പോൾ ഈ വയസ്സായ ആൾ വന്നിട്ടുണ്ട്, ഉസ്താദെ ഇവിടെ ഒരു കട്ടൻ ചായ കിട്ടുമോ വെച്ചു, ഒരു കടിഞ്ചായ കിട്ടുമോ എന്ന് വെച്ചു. അപ്പോൾ ആ ജിദ്ദ എയർപോർട്ടിൻ്റെ ഉള്ളിൽ അവിടെ ഉണ്ട് ഒരു മലയാളി കച്ചവടക്കാരൻ. ഞാൻ ഓൻ്റെ അടുത്ത് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു, ആ കുട്ടിൻ്റെ അടുത്ത് കിട്ടും ചായ എന്ന് പറഞ്ഞു. അവിടെ പോയി ഇവർ ചായ ചോദിച്ചു. എത്ര ചായക്ക്? ചായക്ക് 5 റിയാലാണ്. ഒന്നിനോ 2 എണ്ണത്തിനോ വെച്ചിട്ട് ഓരോന്നിനും 5 റിയാലാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ പുറംകളി കാണും ഇടക്കിടക്ക്. അപ്പോൾ ഞാനിങ്ങനെ നോക്കുമ്പോൾ 5 റിയാലാണെന്ന് പറഞ്ഞപ്പോൾ വല്യപ്പാനെ ഒന്ന് നോക്കി, വല്യമ്മാനെ നോക്കി, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഇങ്ങനെ നോക്കിയിട്ട് ഒരു രണ്ടാളോട് പോകുന്നു. കുറേ കഴിഞ്ഞൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ചെന്നിട്ട് ചോദിച്ചു, അല്ല ചായ ഒക്കെ കുടിച്ചിട്ട് ചോദിച്ചു. ഇപ്പം അങ്ങനത്തെ ദാഹമൊന്നുമില്ല. അല്ലാഹു റബ്ബി. നാട്ടിലുള്ള ആൾക്കാർ ഇന്ത്യൻ്റെ പൈസ കൊടുത്താണ് റിയാൽ വാങ്ങിയതാണ്. അപ്പൊ അതിൻ്റെതായ ഒരു വില ഒരുക്കുണ്ടാവും. അള്ളാഹു നമുക്കെല്ലാം റഹ്മത്ത് പെരുമാറാവും. ബഹുമാനപ്പെട്ട നബി മുഹമ്മദ് മുസ്തഫ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവശയം അവതരിപ്പിച്ച് കഴിഞ്ഞിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു 2 കാര്യം പറഞ്ഞു. ഒന്ന്, ഇക്റാമുൽ ലൈഫ്, വിരുന്നുകാരെ സൽക്കരിക്കുക. 2, നല്ല ചൂട് കാലത്ത് നോമ്പെടുക്കുക. മൂന്നാമത്തതോ, വല്ലറബു ബിസ്സൈഫി ബൈന യദൈ റസൂലില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഓർഡർ പ്രകാരം വാളെടുത്തുകൊണ്ട് യുദ്ധം ചെയ്യുക. മൂപ്പർക്ക് ഇഷ്ടപ്പെട്ട 3 കാര്യം. സുബ്ഹാനല്ലാഹ്. മൂപ്പർ അവിടെ ഇരുന്നു. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇരുന്നപ്പോൾ ഫഖാമ ഫീഹിം സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ നിങ്ങൾ എപ്പോഴും ഒരു ലോല മനസ്സാണ്. ബഹുമാനപ്പെട്ടവര് വളരെ സമാധാനിയാണ്. അതുകൊണ്ട് തന്നെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിൽക്കുന്നിടത്തൊക്കെ റസൂലുള്ളാഹി ആരെയാക്കും? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വളരെ സൗമ്യനാണ്. എത്രത്തോളം? ഏത് ഭരണപരമായ കാര്യങ്ങളിലൊക്കെ കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമുണ്ടായപ്പോഴും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പതിവ് പോലെ ഈത്തപ്പനത്തോട്ടത്തിൽ വെള്ളം നനയ്ക്കാണ്. ആളുകൾ ചോദിച്ചു, ഉസ്മാൻ എന്താ നിങ്ങളുടെ സ്ഥിതി? എന്തേ നിങ്ങൾ ഇവിടെ ഈത്തപ്പനത്തോട്ടത്തിൽ നനച്ചു നിൽക്കുകയാണോ? എന്തൊക്കെയാണ് അവിടെ ചർച്ച നടക്കുന്നത്? അപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ മരണപ്പെട്ടാൽ എന്നെ സംബന്ധിച്ച് ഓർക്കുന്നതിന് എന്തെങ്കിലും ഞാനിവിടെ ചെയ്തു വെക്കണ്ടേ? ഈ ആകാശത്തിന് മുകളിലൂടെ പറക്കുന്ന പക്ഷി അതിന്റെ ചിറക് തളർന്നിട്ട് ഈ മരക്കൊമ്പിൽ ഇരിക്കുമ്പോൾ ഉസ്മാൻ ഉണ്ടാക്കിയിരിക്കുന്ന ഈ മരം എനിക്കൊരു തണലായല്ലോ. ആ പക്ഷിക്ക് ആശ്വാസം കിട്ടുമ്പോൾ അതിന്റെ കബറിലേക്ക് കിട്ടൂലേ? ഈ ഭൂമിയിലൂടെ ഇഴഞ്ഞു നടക്കുന്ന ഇഴഞ്ഞെത്തുക്കൾ പലതും ഈ മരുഭൂമിയുടെ കഠിനമായ ചൂടിൽ ഈ ഈത്തപ്പന മരത്തിന്റെ താഴ്ഭാഗത്ത് എത്തുമ്പോൾ അതിനൊരു ആശ്വാസം കിട്ടുമ്പോൾ അതിന്റെ ഒരു പ്രതിഫലം എന്റെ കബറിലേക്ക് കിട്ടൂലേ? ഞാൻ എന്റെ കബറിലേക്ക് വല്ലതും സമ്പാദിക്കണ്ടേ എന്നാണ് ഈത്തപ്പന കൃഷിയെ പറ്റി ബഹുമാനപ്പെട്ടവർ പറഞ്ഞത്. വേറെ സമാധാനിയാണ് ആള്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഹുബ്ബിബ ഇലയ്യ മിനദ് ദുനിയാ സലാത്ത്. ഭൂമിയിൽ എനിക്കും ഇഷ്ടപ്പെട്ട 3 കാര്യമുണ്ട്. ഭൂമിയിൽ എനിക്കും ഇഷ്ടപ്പെട്ട 3 കാര്യമുണ്ട്. ഒന്നേതാണ്? ഇഫ്ശാഉസ്സലാം. ഇഫ്ശാഉസ്സലാം,
ധാരാളം ആളുകൾക്ക് അസ്സലാമു അലൈക്കും എന്ന് പറയാൻ അവസരം കിട്ടുക. നമ്മൾ ഇന്നൊരു വില കൽപ്പിക്കാതെ പോകുന്ന സംഗതിയാണ് സലാം പറയും. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നമ്മൾ തമ്മിൽ മഹബ്ബത്ത് ഉണ്ടാകാൻ, ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് സ്നേഹത്തിന്റെ പാലം പണിയുക, അതാണ് അസ്സലാമു അലൈക്കും. അസ്സലാം എന്നത് ഏതാണ്? അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു സിഫത്താണ് അസ്സലാം. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവർ റഹ്മാനുർ റഹീമുൽ മലിക്കുൽ ഖുദ്ദൂസ് അസ്സലാം. സലാം, അല്ലാഹ് സമാധാനത്തിന്റെ ദാതാവ് എന്നതാണ് അസ്സലാം. ആ അസ്സലാം ചേർത്തുകൊണ്ട് അസ്സലാമു അലൈക്കും, ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് സ്നേഹത്തിന്റെ ഒരു പാലം പണിയുകയാണ്. ഔസ് ഖസ്റജ് രണ്ട് വിഭാഗമാണ് മദീനയിൽ. അന്നത്തെ രണ്ട് വിഭാഗം എന്ന് പറഞ്ഞാൽ LDFും UDFും ആണ്. നമുക്ക് വേഗം മനസ്സിലാക്കാൻ, ചെറിയ ചെറിയ സഖ്യകക്ഷികളൊക്കെ ഒരു മുന്നണി ചേർന്നിട്ട് ഒരു മുന്നണിയായി വരിക. ഔസ് ഖസ്റജ് മദീനയിലെ രണ്ട് വിഭാഗം. അവർ രണ്ട് വിഭാഗത്തെയും നബി മുഹമ്മദ് മുസ്തഫ ഒരു നൂലിൽ കോർത്ത മാലമണികളെ പോലെ ഒരുമിച്ച് കൂട്ടിയത് എങ്ങനെയാണ്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നബി മുഹമ്മദ് റസൂലുള്ളാഹി ആ സലാമിനെ മഹബത്ത് വെച്ചിട്ട് സ്വഹാബാക്കൾ എന്തായിരുന്നു? സഅദ് ബിൻ ഉബാദത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ കാണാൻ പറ്റും. ഒരിക്കൽ സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് നബി മുഹമ്മദ് റസൂലുള്ളാഹ് നബി തങ്ങൾ വന്നു. റസൂലുള്ളാഹി അസ്സലാമു അലൈക്കും എന്ന് സലാം ചൊല്ലിയപ്പോൾ സഅദ് റളിയല്ലാഹു അൻഹു പതുക്കെ സലാം മടക്കി, നബി തങ്ങൾ കേൾക്കാത്ത രൂപത്തിൽ. അപ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടി സലാം ചൊല്ലി. രണ്ടാമത് സലാം ചൊല്ലിയപ്പോൾ സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു പതുക്കെ സലാം മടക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സലാം മൂന്നാമതും പറഞ്ഞു. മൂന്നാമത് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹു കുറച്ചുകൂടി ഒന്ന് സൗണ്ട് കൂട്ടിയിട്ട് സലാം മടക്കി. അല്ലാഹു റബ്ബി. അപ്പൊ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 പ്രാവശ്യം സലാം ചൊല്ലിയപ്പോഴാണ് മടക്കട്ടെ. എന്നിട്ട് ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നുണ്ട്, നബിയേ, തങ്ങളെ ആദ്യത്തെ സലാം ഞാൻ കേട്ടിട്ടുണ്ട്, മടക്കിയിട്ടുണ്ട്. രണ്ടാമത്തെ ഞാൻ കേട്ടിട്ടുണ്ട്, മടക്കിയിട്ടുണ്ട്. പക്ഷേ തങ്ങളെ കേൾക്കാതെ ഞാൻ പതുക്കെ മടക്കിയത് അസ്സലാമു അലൈക്കും, നിങ്ങൾക്ക് അള്ളാഹിന്റെ സലാമത്ത് ഉണ്ടാകട്ടെ എന്ന തങ്ങളെ സലാം എനിക്കൊരു 3 പ്രാവശ്യം കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വീണ്ടും വീണ്ടും തങ്ങൾ പറയട്ടെ എന്ന് ഓർത്തതാണ്. കണ്ടോ നിങ്ങൾ? ആരാ സലാം പറയേണ്ടത്? ഹബീബുനാ റസൂലുള്ളാഹ്. ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് മഹബത്തിന്റെ പാലം പണിയലാണ്. അതാണ്. അതുകൊണ്ടാണ് നമ്മളൊക്കെ ഏത് സമയത്തും വാപ്പ മക്കളോട് അസ്സലാമു അലൈക്കും, മക്കൾ വാപ്പാനോട് അസ്സലാമു അലൈക്കും, ഭാര്യ ഭർത്താവിനോട് അസ്സലാമു അലൈക്കും, ഭർത്താവ് ഭാര്യയോട് അസ്സലാമു അലൈക്കും, നമ്മളൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അസ്സലാമു അലൈക്കും, തിരിച്ച് കയറി ചെന്നാൽ അസ്സലാമു അലൈക്കും. മക്കള് കുട്ടികള് ആരും ആരോടും അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾക്കിടയിൽ മഹബത്ത് വേണോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങോട്ടും അവർക്ക് ഇങ്ങോട്ടും, നിങ്ങൾക്ക് അങ്ങോട്ടും അവർക്ക് ഇങ്ങോട്ടും ആ ഹൃദയത്തിൽ നിങ്ങൾക്ക് ആ മഹബത്ത് ഉണ്ടാകണോ? അഫ്ശുസ്സലാമ ബൈനക്കും, നിങ്ങൾക്കിടയിൽ നിങ്ങൾ അസ്സലാമു അലൈക്കും പറയണേ. അങ്ങോട്ട് അസ്സലാമു അലൈക്കും, ഇങ്ങോട്ട് വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്, അങ്ങോട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, ഇങ്ങോട്ട് വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ചില ആൾക്കാർ ഇവിടുന്നാണ് പറയുമ്പോൾ തന്നെ മുഴുവൻ പറഞ്ഞു തീർക്കും. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് പറയുന്നവർക്ക് അധികം പറയാൻ പിന്നെ അതെ. അസ്സലാമു അലൈക്കും എന്ന് പറയുന്നതോടുകൂടെ ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് പ്രിയപ്പെട്ട മുഅ്മിനുകളെ അത് എങ്ങനെ പറയണം? അസ്സലാം എന്നത് അള്ളാഹുവിന്റെ പേരാണ്. അപ്പൊ അത് പറയുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ബോഡി ലാംഗ്വേജ്, അതിനനുസരിച്ചൊരു ശരീരഭാഷ, അതെങ്ങനെയാണ്? ഒരു വിനയത്തിന്റെ, അതെങ്ങനെയാണ്? ഒരു മുഖപ്രസന്നതയുടെ, അതെങ്ങനെയാണ്? ഒരു പുഞ്ചിരിയുടെ. അങ്ങനെയാണ് അസ്സലാമു അലൈക്കും. മുദ്രാവാക്യം വിളിക്കലല്ല, മുദ്രാവാക്യം വിളിക്കലല്ല. ആ പ്രാർത്ഥനാ വാചകത്തിനനുസരിച്ച് നമ്മൾ എന്ത് വേണം? നമ്മുടെ ശരീരഭാഷയും കൂടി ഇതിനോട് ചേർന്ന് വേണം. അപ്പോ ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് ഒരു പാലം എന്ന് പറയുന്നത് എന്താണ്? അങ്ങോട്ടും കടക്കുക ഇങ്ങോട്ടും കടക്കുക, അതാണ് പാലം. മുഅ്മിനീങ്ങളായ നമ്മൾ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ആദ്യ പ്രധാനപ്പെട്ട പല സ്വഹാബാക്കൾക്കും ഒരു പതിവുണ്ടായിരുന്നു. എന്താ? യാ റബ്ബ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അസ്ർ നിസ്കാരം കഴിഞ്ഞിട്ട് മൂപ്പര് ഇങ്ങനെ അങ്ങാടി പോകും, കൂടെ ഒരു പരിചാരകനുണ്ട്. അങ്ങനെ നടന്നങ്ങനെ പോയി, അങ്ങേ തലക്ക വരെ പോയി, തിരിച്ചിങ്ങോട്ടും പോന്നു. ഒരു സാധനം വാങ്ങ്, ഒരു വിവരം അന്വേഷിക്കുക, ഒരു പരിപാടിയില്ല. അങ്ങോട്ടും പോകും ഇങ്ങോട്ടും പോകും. കുറച്ച് ദിവസം ഇങ്ങനെയായപ്പോ കൂടെയുള്ള പരിചാരകൻ ചോദിച്ചു, മഹാനവർകളെ എന്തിനാ ഈ അങ്ങാടി പോണത്? എന്താ സംഗതി?
അങ്ങാടിയിലേക്കാണ് ഇറങ്ങുമ്പോൾ ഇവിടുന്നാണ്ട് ഇറങ്ങുന്ന സമയത്ത് മൂന്നാളെ കണ്ടു. അസ്സലാമു അലൈക്കും. അപ്പൊ ഇങ്ങോട്ട് എത്ര ആള്? നിങ്ങളാ മലയാളി സലാമിൽ നിൽക്കുകയാണല്ലോ, അതാണുള്ള പ്രശ്നം. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം. ഇങ്ങനെ നിൽക്കാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഞാനിപ്പോ ആകെ ഒറ്റ സലാം പറഞ്ഞിട്ടുള്ളൂ അങ്ങോട്ട്. നിങ്ങൾ ഇങ്ങോട്ട് എത്ര ആളാണ്? നിങ്ങൾ ഇങ്ങോട്ട് 150 150 ആള് ഒന്നിച്ച് വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. ഇതിന്റെ സമ്പാദ്യം എത്രയാണ്? നമ്മൾ അങ്ങോട്ട് സലാം പറയുമ്പോൾ 2 മലക്കുകൾ കൂടെ ഉണ്ട്. അവിടുന്ന് ഇങ്ങോട്ട് സലാം പറയുമ്പോൾ നിങ്ങൾ 150 പേരാണ്. 150 മുഅ്മിനീങ്ങളൊപ്പം എത്ര മലക്കുകളുണ്ട്? 300 മലക്കുകളുണ്ട് അല്ലേ? അപ്പൊ നമ്മൾ സലാം പറയുമ്പോൾ മലക്കുകൾ സലാം പറയില്ലേ? നമ്മൾ ആമീൻ പറയുമ്പോൾ മലക്കുകൾ ആമീൻ പറയില്ലേ? അപ്പൊ ഞാൻ നാളെ നിങ്ങളോട് പറഞ്ഞു, മലക്കുകളുടെ കൂട്ടത്തിൽ ഒറ്റ വഹാബികളില്ല. അതറിയില്ലെങ്കിൽ അതുകൊണ്ട് അവരൊക്കെ നമ്മളപ്പോ ഓതാൻ വിഷയത്തിനൊക്കെ റെഡിയാണ്. ഇതുവരെ നിങ്ങൾ കേട്ടിട്ടില്ലല്ലോ? അത് കേൾക്കണം. ആ മലക്ക് വഹാബിയാണ് അവിടെ ഇതുവരെ കേട്ടിട്ടുണ്ട്. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കണം. അപ്പോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ മാർക്കറ്റിലേക്ക് പോകുമ്പോൾ ഇറങ്ങുമ്പോൾ 3 ആളെ കണ്ടു. അവരോട് അസ്സലാമു അലൈക്കും. അവർ 3 ആളും അലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. കുറച്ചങ്ങോട്ട് എത്തിയപ്പോൾ ഒരു 10 ആളുണ്ട് അവിടെ കൂടി നിൽക്കണേ. അസ്സലാമു അലൈക്കും. അവർ 10 ആളും കൂടി വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. കുറച്ചങ്ങോട്ട് എത്തിയപ്പോൾ അവിടെ ഉണ്ട് വലിയൊരു സംഘം അങ്ങാടിയിൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അവരെല്ലാരും കൂടി വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. ഒരൊറ്റ ദിവസം അസർ കഴിഞ്ഞിട്ട് മഗ്‌രിബിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് നടന്നു വരുമ്പോഴേക്ക് എത്രായിരം വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. സ്വഹാബാക്കൾ അതൊക്കെ വലിയ പ്രാധാന്യത്തോടു കൂടെ. എന്റെ നബി മുഹമ്മദുർ റസൂലുള്ളാഹ്, നിങ്ങൾക്ക് പരസ്പരം ഹുബ്ബ് തഹാബബത്തും, അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് മഹബത്ത് വെക്കണോ? അഫ്ശു സലാമ ബൈനക്കും. അതാണ് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. സിദ്ദീഖ് തങ്ങൾക്ക് 3 കാര്യം ഇഷ്ടപ്പെട്ടു. ഉമർ ഖത്താബ് തങ്ങൾക്ക് 3 കാര്യം ഇഷ്ടപ്പെട്ടു. അപ്പോഴാണ് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഭൂമിയിൽ എനിക്കും ഇഷ്ടപ്പെട്ട 3 കാര്യമുണ്ട്. ഒന്ന് ഇഫ്ശാഉസ് സലാം. ഒന്നതാണ് സലാമിനെ പരത്തുക. അറിയുന്നവർക്കും അറിയാത്തവർക്കും നിങ്ങൾ അസ്സലാമു അലൈക്കും പറയണേ. ഇത് വല്ലാത്ത ഒരു പ്രത്യേകതയുള്ളതാണ്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പക്ഷെ പറയുമ്പോൾ അത് സലാമായിട്ട് പറയണം. ഇപ്പൊ പുതിയതായിട്ട് പെണ്ണുങ്ങളും ആണുങ്ങൾക്ക് സലാം പറയലുണ്ട്. ഇതിപ്പോ ഈ മൊബൈൽ ഫോൺ വന്നപ്പോഴാണ് ഇത് കുറച്ച് കൂടിയത് അല്ലേ? ചിലപ്പോ നമ്മൾ കുടുങ്ങിപ്പോവും. ചിലപ്പോ ചില ഫോണൊക്കെ എടുത്തിട്ട് ഇങ്ങോട്ട് സലാം പറഞ്ഞത് ആരായിരിക്കും? ഒരു സ്ത്രീ ആയിരിക്കും. സൗണ്ട് കൂടെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. അന്യ പുരുഷന്മാർക്ക് അന്യ സ്ത്രീ ഒരിക്കലും സലാം പറയരുത്. ശ്രദ്ധിക്കണം അത് സഹോദരിമാരൊക്കെ. അള്ളാഹു ഖൈർ നൽകട്ടെ. അപ്പൊ അതിലേക്കാണ് കടന്നാൽ പിന്നെ ആ സലാമിന്റെ മസ്അല മാത്രമായി പോകും. അള്ളാഹു ഖൈർ നൽകണേ. അള്ളാഹ് മസ്അല മാത്രം പറഞ്ഞൊരു വേറൊരു ടിക്കറ്റ് ഇതിപ്പോ ഹുബ്ബുൻ നബിയാണ്. അള്ളാഹു കബൂലാക്കണം. ഹബീബുനാ റസൂലുള്ളാഹി അഫ്ശു സലാമ ബൈനക്കും. അതാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്ന് ഒന്ന് സലാമിനെ പരത്തുക. രണ്ടാമത്തതോ ഏറ്റവും കൂടുതൽ ഖുർആനും പഠിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹി ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ. നമ്മളെ കയ്യിലുള്ള ഒരു ഭക്ഷണം ഒരാൾക്കും കൂടി കൊടുത്തുകൊണ്ട് കഴിക്കാനുള്ള ഒരു തൗഫീഖ് അല്ലാഹു തരട്ടെ. നമ്മൾ വീട്ടിലിങ്ങനെ ഭക്ഷണം കഴിച്ചിരിക്കുക. അപ്പൊ ഒരാൾ ബെല്ലടിച്ചാൽ നമ്മളിങ്ങനെ വരാൻ കണ്ട നേരാണ്. ഈ കണ്ട സമയമൊക്കെ ഉണ്ടായിട്ട് ഇപ്പഴാ ഞാൻ അല്ലാഹു ഖൈർ തരട്ടെ. അപ്പോ നമ്മൾ ഒരു ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരാൾ വന്ന് കിട്ടിയാൽ അത് വല്ലാത്ത സംഗതിയാണ്. ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി നബി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരിക്കൽ പോലും ഒറ്റക്ക് ഭക്ഷണം കഴിക്കാറില്ല. യാ റബ്ബ് എപ്പോഴും വിരുന്നുകാരാണ്. ഇബ്രാഹിം നബിക്ക് ഒരിക്കൽ ഭക്ഷണം കൊണ്ടുവന്ന് വെച്ചു. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബിയുടെ കൂടെ വിരുന്നുകാരാവില്ല. മൂപ്പര് അങ്ങാടിയിൽ ഇറങ്ങി. ആരെങ്കിലും ഒരാളെ ഭക്ഷണത്തിന് കിട്ടിയിട്ട് നമ്മുടെ കയ്യിൽ അല്ലാഹു തആല തന്നിരിക്കുന്ന ഭക്ഷണം കഴിക്കുമ്പോൾ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും കൊടുക്കാൻ സാധിക്കുക. പഴയ കാലത്ത് നമ്മുടെയൊക്കെ നാട്ടില് എല്ലാ വീട്ടിലും കോഴിനെ വളർത്തും. എന്തുകൊണ്ട്? നമ്മുടെ ഭക്ഷണത്തിന്റെ ഒരു ഓഹരി ഒരു മിണ്ടാപ്രാണിക്ക് കൊടുത്തുകൊണ്ട് നമ്മുടെ ഭക്ഷണത്തിന് ബർക്കത്തുണ്ടാക്കുക.
എല്ലാ വീടുകളിലും ആടിനെ വളർത്തും. ഒരു മിണ്ടാപ്രാണിക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ട് നമ്മുടെ ഭക്ഷണത്തിൻ്റെതായ ബർക്കത്തുണ്ടാവുക. പശുവിനെ വളർത്തും. അങ്ങനെ ജീവിക്ക് ഭക്ഷണം കൊടുക്കുക, ജീവജാലങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക. യാ റബ്ബ് യാ റബ്ബ്. ബഹുമാനപ്പെട്ട ശൈഖ് റിഫായി റളിയല്ലാഹു അൻഹുവിനെ മഖാമ് സിയാറത്ത് ചെയ്യാൻ ഇപ്പോഴും പോയാൽ നമുക്ക് കാണാൻ പറ്റും. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു മഖാമിന്റെ ചുറ്റുഭാഗത്തുള്ള ചുറ്റുമതിൽ, അത് ബഹുമാനപ്പെട്ടവരുടെ വീടിന്റെ ആ ചുറ്റുമതിന്റെ ഇടക്കിടക്ക് ഇങ്ങനെ ഈ ഫില്ലർ ഉണ്ടാവുമല്ലോ, ആ പില്ലറിന്റെ ഇടക്ക് ഓരോന്നിന്റെ മുകളിലും ഇങ്ങനെ പാത്രം, ഉയരത്തിൽ ഇങ്ങനെ പാത്രം വെച്ചിട്ടുണ്ടാവും, വെള്ളം നിറച്ചിട്ട്. എന്താണത്? ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു ആകാശത്ത് കൂടെ പറന്നുകൊണ്ടിരിക്കുന്ന പക്ഷികൾ താഴോട്ട് നോക്കുമ്പോൾ വെള്ളം ഇങ്ങനെ കാണാൻ വേണ്ടി ഉയരമുള്ള പോസ്റ്റ് വെച്ചിട്ട് അതിലിങ്ങനെ ബഹുമാനപ്പെട്ടവർ വെള്ളം നിറച്ചു വെക്കും. എന്തിന്? മുകളിലൂടെ പറക്കുന്ന പക്ഷികൾക്ക് ദാഹിക്കുമ്പോൾ ആ പക്ഷികൾ വന്ന് ദാഹം തീർക്കട്ടെ. കുടിവെള്ളം അള്ളാഹു തആല തന്നതാണ്. അള്ളാഹു എന്റെ കയ്യിൽ തന്ന നിഅമത്ത് അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലും കൊടുത്തുകൊണ്ട് ബറക്കത്ത് ലഭിക്കട്ടെ. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു അസ്ർ നിസ്കരിച്ചിട്ട് ഇങ്ങനെ നോക്കി നിൽക്കും മദീനയുടെ ഭാഗത്തേക്ക്. എന്താണത്? ആ ഭാഗത്ത് നിന്ന് പറന്നു വരുന്ന പക്ഷികളുണ്ട്. രാവിലെ ഇവിടുന്ന് പക്ഷികൾ ഇങ്ങനെ രാവിലെ അങ്ങോട്ട് പോകും. മെലിഞ്ഞൊട്ടിയിട്ട് വയറൊക്കെ ഒട്ടിയിട്ട് രാവിലെ അങ്ങോട്ട് പോകാൻ. അതേ സമയത്ത് തിരിച്ചവർ വരുന്നത് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വയറ് നിറച്ചിട്ട് തേടി വരികയാണ്. അപ്പോ ആ ഭാഗത്ത് നിന്ന് വരുന്ന പക്ഷികളെ ഇങ്ങനെ നോക്കിയിട്ട് ബഹുമാനപ്പെട്ടവരിങ്ങനെ കാത്തു നിൽക്കും. ആ വരുന്ന പക്ഷികൾ ദൂരെ നിന്ന് പറന്നു വരുമ്പോൾ അവര് മുത്തുനബിന്റെ മദീനയിലൂടെ പറന്നു വരുന്നവരല്ലേ? അങ്ങനെയാണെങ്കിൽ ആ പക്ഷിയുടെ കണ്ണുകൊണ്ട് റസൂലുള്ളാഹിന്റെ പച്ച കുബ്ബ കണ്ടിട്ടുണ്ടാവൂലേ? അല്ലാഹു റബ്ബി, ആ പക്ഷികൾ മദീനത്തെ മണൽത്തരിയിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ പക്ഷിയുടെ കാലിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന മണൽത്തരി നമ്മുടെ നാട്ടിൽ കിട്ടിയാൽ നമ്മുടെ നാട് രക്ഷപ്പെടൂലേ? അതാണ് അവരെ മഹബത്ത്. അല്ലാഹു റബ്ബി. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, ആ പക്ഷിയെ പിടിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ ചുംബിക്കും. ഇത് മുത്തുനബിന്റെ നാട്ടിൽ കൂടെ പറന്നു വന്ന പക്ഷിയല്ലേ? മഹബത്ത് എന്ന് പറയുന്നത് അതിരില്ലാത്ത സംഗതിയാണത്. ഓ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഹബീബുന മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ മഹബത്ത് വെച്ചുകൊണ്ട് ഹുബ്ബ ഇലയ്യ മിനദ് ദുനിയാ സലാസ് എന്ന് പറഞ്ഞുകൊണ്ട് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ബഹുമാനപ്പെട്ടവർക്ക് ഏറ്റവും മഹബത്ത് ഏതാണ്? ബഹുമാനപ്പെട്ടവർ പറയും, എന്റെ ഭക്ഷണം കുറെ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയാം. അതൊരു വല്ലാത്ത സംഗതിയാണ്. ഇപ്പൊ ഇവിടെ നമ്മൾ മുത്തുനബിനെ ബഹുമാനിച്ചുകൊണ്ട് എന്താ ചെയ്യണത്? 5000 ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക. അല്ലാഹുവിന് തൗഫീഖ് നൽകണേ അല്ലാഹ്. ഭക്ഷണം എങ്ങനെ കൊടുക്കണം? മഹബത്തിന്റെ അടിസ്ഥാനത്തിൽ കൊടുക്കണം. സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. രണ്ടാമത്തെ കാര്യം അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിരിക്കുന്ന കാര്യമാണ് ഇത്ആമു തുആം. മൂന്നാമത്തെ കാര്യം ഏതാണ്? ഇഫ്ശാഉസ് സലാം വ ഇത്ആമു തുആം. മൂന്നാമത്തെ കാര്യം എന്താണ്? ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സുബ്ഹാന ജല്ല ജലാലു 3 കാര്യം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതുണ്ട്. ഒന്ന് ഇഫ്ശാഉസ് സലാം, മറ്റൊന്ന് ഇത്ആമു തുആം, മൂന്നാമത്തെ കാര്യം വസ്സലാത്തു ബില്ലൈൽ വന്നാസു നിയാം. എല്ലാവരും ഉറക്കത്തിന്റെ മഴക്കത്തിലാണ്, എല്ലാവരും നിശയുടെ നിദ്രയിലാണ്. പക്ഷികളും പറവകളും ഒക്കെ ഉറങ്ങിപ്പോയി, കാട്ടു ജീവജാലങ്ങളൊക്കെ ഉറങ്ങിപ്പോയി, വൃക്ഷത്തിന്റെ ഇലകളൊന്നും അനങ്ങുന്നില്ല. എല്ലാവരും ഉറക്കത്തിന്റെ മഴക്കത്തിൽ കഴിയുമ്പോൾ ആ സമയത്ത് എഴുന്നേറ്റുകൊണ്ട് നിസ്കരിക്കുക. അതാണ് എനിക്ക് ഭൂമിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹയുടെ മഖാമ് സിയാറത്ത് ചെയ്യുമ്പോൾ അവിടെ ചുമരിൽ എഴുതി വെച്ചിട്ടുണ്ട് ഒരു ചരിത്രം. എന്താണത്? റാബിഅത്ത് റളിയല്ലാഹു അൻഹാ എല്ലാ ദിവസവും എല്ലാ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ ഉറങ്ങിക്കഴിഞ്ഞാൽ റാബിഅ റളിയല്ലാഹു അൻഹ എഴുന്നേറ്റിട്ട് wudu ചെയ്തു. ബഹുമാനപ്പെട്ട മഹദി അല്ലാഹുവിനോട് നിസ്കരിച്ചുകൊണ്ട് അങ്ങനെ ദുആ ചെയ്യാൻ തുടങ്ങിയിട്ട് എന്താണ് ദുആ? പടച്ചവനെ, മുതലാളിമാരെ വാതിലടച്ചു, അല്ലാഹുവേ രാജാക്കന്മാരെ വാതിലടച്ചു, അല്ലാഹുവേ കച്ചവടപ്പീടികളുടെ കടകളൊക്കെ അടച്ചു, അല്ലാഹുവേ പട്ടണങ്ങളൊക്കെ അടച്ചു, എല്ലാവരും ഉറക്കത്തിന്റെ മഴക്കത്തിലാണ്. അല്ലാഹ്, എല്ലാവരുടെ വാതിലും അടഞ്ഞു കിടക്കുമ്പോൾ നിന്റെ റഹ്മത്തിന്റെ വാതിൽ അടച്ചിട്ടില്ലല്ലോ, നിന്റെ മഗ്ഫിറത്തിന്റെ വാതിൽ അടച്ചിട്ടില്ലല്ലോ, നിന്റെ തൗബയുടെ വാതിൽ അടച്ചിട്ടില്ലല്ലോ. അല്ലാഹ്, പാതിരാവിന്റെ കൂരിരുട്ടിൽ എല്ലാവരും ചെറ്റക്കുടിലും
കൊട്ടാരങ്ങളും ഒക്കെ അടഞ്ഞു കിടക്കുകയാണ്. റബ്ബേ, നിന്റെ റഹ്മത്തിന്റെ വാതിൽ അടഞ്ഞിട്ടില്ലല്ലോ. ഈ പാപിയായ പെണ്ണ് ഈ പാതിരാവിന്റെ കൂരിരുട്ടിൽ ഇതാ നിന്റെ റഹ്മത്തിന്റെ വാതിൽക്കൽ നിൽക്കുന്നു. ബഹുമാനപ്പെട്ട റാബിഅത്ത് റളിയല്ലാഹു അൻഹ അള്ളാഹുവിനോട് പാതിരാ സമയത്ത് ദുആ ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഇഷ്ടപ്പെട്ട സമയം, ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ അതാണ് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. അജബൻ ലിൽ മുഹിബ്ബി കൈഫ യനാമു കുല്ലു നൗമിൻ അലൽ മുഹിബ്ബി ഹറാമു. എങ്ങനെ ഉറങ്ങും? റാബിഅത്ത് റളിയല്ലാഹു അൻഹ പടച്ചവനോട്, റബ്ബേ, എല്ലാവരുടെ വാതിലും അടഞ്ഞു കിടക്കുമ്പോഴും റഹ്മത്തിന്റെ വാതിൽ തുറക്കപ്പെട്ടതല്ലേ, മഗ്ഫിറത്തിന്റെ വാതിൽ തുറക്കപ്പെട്ടതല്ലേ, നിന്റെ വാതിൽക്കൽ ഇതാ ഒരു പാപിയായ പെണ്ണ് നിൽക്കുന്നു. അല്ലാഹ്, രാത്രി സമയം നാം ഉപയോഗപ്പെടുത്തണം. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. ബഹുമാനപ്പെട്ട റാബിഅ റളിയല്ലാഹു അൻഹ, അതാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, വസ്സലാത്തു ബില്ലൈൽ വന്നാസു നിയാം. എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ എഴുന്നേറ്റ് നിസ്കരിക്കുക. മൂന്നായോ? فجلس عثمان بن عفان رضي الله عنه ഇരുന്നപ്പോൾ فقام فيهم سيدنا علي بن ابي طالب. ബഹുമാനപ്പെട്ടവർ ഇരുന്നപ്പോൾ അലി റളിയല്ലാഹു അൻഹു എഴുന്നേറ്റു. فقال حبب الي من الدنيا ثلاث. അല്ലാഹുവേ, മുത്തനബിയോട് പറഞ്ഞു, നബിയെ, ഭൂമിയിൽ എനിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട മൂന്ന് കാര്യമുണ്ട്, എനിക്കും ഇഷ്ടപ്പെട്ട മൂന്ന് കാര്യമുണ്ട്. فقال مثل ما قال سيدنا عثمان بن عفان. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ആരും പറഞ്ഞത്? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അതേതാ മൂന്ന് കാര്യം? നറുക്കെടുപ്പിൽ കിട്ടണമെങ്കിൽ പഠിച്ചു വെച്ചോളി. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അതാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പറഞ്ഞു, ഇഫ്ശാഉസ് സലാം, കൂടുതൽ ആളുകൾക്ക് സലാം പരത്തുക, അല്ലേ, മഹബത്ത് വർദ്ധിക്കും. അതേപോലെ തന്നെ ഇത്ആമു ത്വാം വസ്സലാത്തു ബില്ലൈൽ വന്നാസു നിയാം, അത് പറഞ്ഞ് അലി റളിയല്ലാഹു അൻഹു ഇരുന്നു. അലി റളിയല്ലാഹു അൻഹു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പറഞ്ഞ കാര്യം തന്നെയാണ് എനിക്കും പറയാനുള്ളതെന്ന് പറഞ്ഞ് അലി റളിയല്ലാഹു അൻഹു ഇരുന്നപ്പോൾ അകാബിറു സ്വഹാബത്ത് ഖുലഫാഉർ റാഷിദീങ്ങളായി പിന്നീട് അറിയപ്പെട്ട 4 മഹാന്മാരും അവിടെ ചർച്ച അവതരിപ്പിച്ചു. 4 ആളും അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ فقام فيهم سيدنا محمد رسول الله. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാകും സലാത്ത്. നിങ്ങൾ ഈ ദുനിയാവിൽ, റസൂലുള്ളാഹിന്റെ ഭാഷ എങ്ങനെയാണ്? ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാകും സലാത്ത്. നിങ്ങൾ ഈ ദുനിയാവിൽ എനിക്കും ഇഷ്ടപ്പെട്ട 3 കാര്യമുണ്ട്. നിങ്ങളുടെ ഈ ദുനിയാവിൽ എനിക്കും ഇഷ്ടപ്പെട്ട 3 കാര്യമുണ്ട്. ഒന്ന്, നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. അത്തീബ്, സുഗന്ധദ്രവ്യങ്ങൾ എനിക്ക് ഏറ്റവും ഇഷ്ടമാണ്. അതാണല്ലോ, അറബികളൊക്കെയാണ് ഈ സുഗന്ധങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്നത്, അല്ലേ? അത്തറും മറ്റേ ഊതും ഒക്കെ അധികം ഉണ്ടാകുന്നത് എവിടെ? ആ പുകയിച്ചണ സാധനങ്ങളൊക്കെ എവിടെ കൂടുതൽ ഉണ്ടാകുന്നത്? നമ്മളെ നാട്ടിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ നമ്മളെവിടെയെങ്കിലും പുകയിലുണ്ടോ? നമ്മളവിടെ തെങ്ങിന്റെ ഓര പുകയും അടുപ്പില്. അല്ലാഹു റബ്ബി, അറബികൾ കണ്ടങ്ങൾ ഇഷ്ടം പോലെ തീബ് ഉപയോഗിക്കും. നിങ്ങളെ ദുനിയാവിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അത്തീബ്, ഒന്ന് സുഗന്ധദ്രവ്യം എനിക്ക് ഏറ്റവും ഇഷ്ടമാണ്. ഒരാൾക്ക് സമ്മാനം കൊടുക്കുമ്പോൾ ഏറ്റവും നല്ല സമ്മാനമാണ്. അല്ലാഹു റബ്ബി, അറബികൾക്കൊക്കെ സമ്മാനം കൊടുക്കുമ്പോണ്ടല്ലോ, ചെറിയൊരു ഊതിന്റെ ചെറിയൊരു പെട്ടി ഉണ്ടാക്കിയിട്ട് കൊടുത്താൽ നിങ്ങൾക്ക് അറിയാതെ പോയി നല്ലപോലെ, അല്ലേ? അല്ലാഹു റബ്ബി, ഞാനങ്ങനെ ഊതിന്റെ പെട്ടി കൊടുത്തിട്ട് പടച്ചോന്റെ സഹായത്താൽ 94 പള്ളി നിലമ്പൂരിലുണ്ടാക്കി. അള്ളാഹു കബൂലാക്കട്ടെ. നിലമ്പൂർ മജ്മഅന്റെ പരിസരത്ത് 20 പഞ്ചായത്തുകളാണ് നമ്മുടെ പ്രവർത്തന ഏരിയ. ആ ഏരിയയിൽ നമ്മുടെ എസ്റ്റേറ്റ് ഏരിയകളിലൊക്കെ 150, 200, 250 ഇങ്ങനെ ആളുകൾ നിസ്കരിക്കുന്ന പള്ളി, 100 പള്ളി ഉണ്ടാക്കാൻ നമ്മൾ പ്ലാൻ ചെയ്തു. അൽഹംദുലില്ലാഹ് 94 പൂർത്തിയായി. 2 പള്ളിയുടെ പണി ഇപ്പം നടക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് 40ാം വാർഷികമാകുമ്പോഴേക്കും 100 പൂർത്തിയാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകുമാറാണ്. നമ്മുടെ ഇവിടെ അബുദാബിയിൽ കുറെ കാലം ഉണ്ടായിരുന്ന ആളാണ് നമ്മുടെ ഉണ്ണിയാലി ഹാജി. അദ്ദേഹം ഇപ്പൊ നമ്മൾ ഇത്തിഫാദ് ചോദിച്ചോളൂ. ഉണ്ണിയാലി ഹാജി എന്നാണ് നമ്മളെ മജ്മഅയിൽ വന്നത്.
അദ്ദേഹം ബുഹർ നിസ്കാരത്തിന് പള്ളിയിൽ ഇങ്ങനെ കൂടിയിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഇങ്ങനെ കണ്ണുനീര്. അപ്പൊ എന്താന്ന് വെച്ചാൽ ഞാൻ ചോദിച്ചു, ആചാര്യ എന്തേ? അപ്പൊ പറഞ്ഞു, നിങ്ങൾ ആദ്യമായിട്ട് 90കളിൽ ആദ്യമായിട്ട് നിങ്ങൾ ഈ സ്ഥാപനത്തിന് ഭൂമി എടുത്തിട്ട് അതിനു വേണ്ടി നിങ്ങൾ അബുദാബിയിൽ വന്നപ്പോൾ 1 സെന്റ് സ്ഥലത്തിന് 60 ദിർഹംസ്. ഇവിടെ ഇപ്പൊ അത് ഓർമ്മ ഉള്ളത് വന്നൊക്കെ വീർവലിയാനാണ്. 1 സെന്റ് സ്ഥലത്തിന് 60 ദിർഹംസ്. അപ്പം ഞാൻ അന്ന് 5 സെന്റ് സ്ഥലത്തിന്റെ പൈസ തന്നു, പള്ളി നിൽക്കുന്ന സ്ഥലത്തേക്കാണ് എന്റെ പൈസ എന്ന് ഞാൻ പറഞ്ഞു. ഇപ്പൊ ഈ പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി കൂടിയപ്പോൾ എന്റെ ഗൾഫിലെ ജീവിതത്തിൽ ഇതെനിക്കൊരു സമ്പാദ്യമായല്ലോ. സുബ്ഹാനല്ലാഹ്. ഓർത്തു നോക്കണം നിങ്ങൾ. നമ്മളൊരു 60 ഉറുപ്പ കൊടുത്തിട്ട് നമ്മൾ കൊടുക്കുന്നിടത്ത് നല്ല നിയ്യത്ത് വെച്ചുകൊണ്ട് അല്ലാഹുവിനെ കബൂലാക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. നിലമ്പൂരിലെ മജ്മഅ എന്ന സ്ഥാപനം 35 കൊല്ലം കൊണ്ട് 2000 കുട്ടികൾ ആ സ്ഥാപനത്തിൽ നിന്ന് പഠനം പൂർത്തിയാക്കി. ഇപ്പോ നമ്മൾ ഈ ഉണ്ടാക്കിയ പള്ളികളിൽ മുഴുവൻ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചിരിക്കുന്ന കുട്ടികൾ, അവിടെ ഇമാമ്, അവിടെ ഖതീബ്, അവിടെ സദർ ഉസ്താദ്, നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ച കുട്ടികൾ തന്നെ അവിടെ ഒക്കെ അൽഹംദുലില്ലാഹ്. ആ പള്ളികളിൽ ഒരു 70ഓളം പള്ളികൾ ജുമഅയുള്ള പള്ളികളാണ്. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. നിങ്ങൾ ഒരു കാലത്ത് ആ സ്ഥാപനത്തെ ആരൊക്കെ സഹായിച്ചോ ആർക്കും വെറുതെ ആകൂല. അള്ളാഹുവിനെ കബൂലാക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. ഇപ്പൊ 2000 കുട്ടികൾ സ്ഥാപനത്തിൽ പഠിക്കുന്നുണ്ട്, 10 സ്ഥാപനങ്ങളിലായി. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അള്ളാഹുവിനെ കബൂലാക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. ഞാൻ ഇത് പൂർത്തീകരിക്കട്ടെ. ഹബീബുനാ മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാകും സലാത്ത്, നിങ്ങളെ ഈ ദുനിയാവിൽ എനിക്ക് ഇഷ്ടപ്പെട്ട 3 കാര്യമുണ്ട്. ഒന്ന് അത്തീബ്, സുഗന്ധദ്രവ്യങ്ങൾ എനിക്ക് ഏറ്റവും ഇഷ്ടമാണ്. അന്നിസാ, സ്ത്രീകളെ കുഴിച്ചു മൂടുന്ന കാലം, സ്ത്രീ ജനിച്ചാൽ അപമാനമായ കാലം. സുബ്ഹാനല്ലാഹ്. ഗർഭിണികൾ, ഗർഭകാലത്ത് പെണ്ണുങ്ങൾ കടന്ന് വിഷമിക്കുന്ന കാലം. എന്തുകൊണ്ട്? പടച്ചോനെ, അഥവാ പ്രസവിക്കുന്നത് പെൺകുട്ടിയായി പോയാൽ ആ പെണ്ണ് പ്രസവിച്ച ഉടനെ തന്നെ ആ പെണ്ണിനെ കുഴിയിലേക്ക് തട്ടിമാറ്റുന്ന ചോര പൈതലിനെ കുഴിയിൽ കുഴിച്ചു മൂടുന്നത് ഓർത്തിട്ട് ഒരു ഗർഭിണിയും മനസ്സുകൊണ്ട് വിഷമിക്കാത്തത് ഇല്ലാത്ത ഒരു കാലം. ആ സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, സ്ത്രീകളോട് എനിക്ക് സന്തോഷമാണെന്ന് മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സന്തോഷം രേഖപ്പെടുത്തി. കണ്ടോ നിങ്ങൾ? ഓർത്തു നോക്കൂ നിങ്ങൾ. പെൺകുട്ടികൾ ജനിക്കുന്നത് ബറക്കത്താണെന്ന് മുഹമ്മദ് മുസ്തഫ. 2 പെൺകുട്ടികളെയോ 3 പെൺകുട്ടികളെയോ പോറ്റി വളർത്തി ആ പെൺകുട്ടികൾക്ക് നല്ലൊരു കുടുംബ ജീവിതം കൊടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ നിങ്ങൾ സ്വർഗത്തിൽ എന്നോട് കൂടെ ഇരിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. അതാണ് റസൂലുള്ളാഹി തങ്ങൾ അന്നിസാ. ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് ഏതാണ്? സ്ത്രീകളോട് എനിക്ക് സന്തോഷമാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. മൂന്നാമത് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, വജുഇലത്ത് ഖുർറത്തു ഐനി ഫിസ്സലാഹ്, വജുഇലത്ത് ഖുർറത്തു ഐനി ഫിസ്സലാഹ്. എനിക്ക് മൂന്നാമത്തെ കാര്യം എന്താണ്? ഇതൊക്കെ ഉണ്ടെങ്കിലും എന്റെ ജീവിതത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ സമാധാനിപ്പിക്കുന്നത്, സന്തോഷിപ്പിക്കുന്നത് ഞാൻ നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്താണെന്ന് മുഹമ്മദ് മുസ്തഫ. ഏറ്റവും സന്തോഷമുള്ളത് നിസ്കാരമാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. വജുഇലത്ത് ഖുർറത്തു ഐനി ഫിസ്സലാഹ്. 3 കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്രയും ആയപ്പോൾ അപ്പോഴാണ് സയ്യിദുനാ മലക്ക് ജിബ്രീൽ ഫഹദറ ജിബ്രീൽ അലൈഹിസ്സലാം. ജിബ്രീൽ അലൈഹിസ്സലാം കദാ മജ്ലിസിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം നബി മുഹമ്മദ് റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, നബിയേ ഹുബ്ബിബ ഇലയ്യ മിനദ് ദുനിയാ സലാത്ത്. ഭൂമിയിൽ എനിക്കും ഇഷ്ടപ്പെട്ട 3 കാര്യമുണ്ട്. ഭൂമിയിൽ എനിക്കും ഇഷ്ടപ്പെട്ട 3 കാര്യമുണ്ട്. ഏതാണ് ആ 3 കാര്യം? അദാഉൽ അമാന, അമാനത്തുകളെ കൃത്യമായി പൂർത്തിയാക്കുക. വിശ്വസിച്ച് ഒരു കാര്യം ഒരാളെ ഏൽപ്പിച്ചാൽ അത് കൃത്യമായിട്ട് പൂർത്തീകരിക്കണം. കടം വാങ്ങിയാൽ കൃത്യമായി കടം വീട്ടണം. വാഗ്ദത്തം ചെയ്താൽ വാഗ്ദത്തം പൂർത്തിയാക്കണം. നമ്മുടെ കയ്യിൽ ഒരാളൊരു സാധനം തന്നു, ഇത് നീ പോകുമ്പോ മുസഫീർ അയാളെടുത്ത് കൊടുക്കണം എന്ന് പറഞ്ഞു. നമ്മൾ പോകുമ്പോ ഒന്ന് തുറന്നു നോക്കി എത്ര ഉണ്ട്. അപ്പൊ നോക്കുമ്പോ 1000 ഉണ്ട്. മറ്റേ ആളെ പറ്റി നമ്മളിങ്ങനെ ചിന്തിച്ചു, അയാൾക്ക് ഇപ്പൊ 1000 അർജന്റ് ഉണ്ടാവും. എനിക്കാണിച്ചപ്പോ ഇന്നൊരു 1000 അത്യാവശ്യമുണ്ട്, നാളെ കൊടുത്താലും പോരെ. ഇവരിങ്ങനെ തിരിഞ്ഞു പറഞ്ഞുകാണ്ട് അങ്ങനെയാണ് പോയിട്ട് അന്ന് 1000 കൊടുത്തോ
കൊടുക്കാൻ പറ്റിയില്ല. പിറ്റേന്ന് കൊടുക്കാൻ പോകുമ്പോ ചെലവായിട്ട് തിരിച്ചു കിട്ടിയതുമില്ല. അതിന്റെ പിറ്റേന്ന് അപ്പത്തിന് തരാന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മോന്റെ അടുത്ത് കിട്ടിയതുമില്ല. ഇനിയിപ്പോ ഇയാൾ എന്ത് വിചാരിച്ചു, ഏതായാലും ഇപ്പൊ വൈകിയില്ലേ, ഇനിയിപ്പോ എന്താ കൊടുത്തിട്ട് പിന്നെ ആ പൈസ കിട്ടിയോ? എത്ര ആളുണ്ട് ഇവിടെ കിട്ടാതെ നിൽക്കണത്. ഇവിടെ എന്നോട് കുറെ ആൾക്കാർ പറഞ്ഞു, ഉസ്താദേ ഒരു വലിയ സംഖ്യ കിട്ടിയാണ്ട് അത് കിട്ടിയാൽ നിങ്ങളുടെ സ്ഥാപനത്തിന് ഞാൻ തരാം. അതിപ്പോ കിട്ടിയെന്നുള്ളൂ. അള്ളാഹു തആല സ്ഥാപനത്തിന്റെ വർക്കത്ത് കൊണ്ട് അള്ളാഹു കൊടുക്കട്ടെ വേഗം. അള്ളാഹു റബ്ബി ചെറുതും വലുതും ഇങ്ങനെ പണ്ടൊക്കെ നാട്ടിലേക്ക് ഫോൺ ചെയ്യുമ്പോ ഇങ്ങനെ ഈ ട്രങ്ക് കോള് ബുക്ക് ചെയ്തിട്ട് അതിലാണ് പിന്നെ വിളിക്കാം. ഇവിടുന്നാണ് പോകുമ്പോ കുടുംബത്തിൽ കൊടുക്കാൻ വേണ്ടിയിട്ടൊരു സാധനം കൊടുത്തു. ഒരു 10,000 രൂപ നാട്ടിൽ കൊടുക്കാൻ നാട്ടിൽ പോകണവൻ്റെ അടുത്ത് കൊടുത്തു. ഓം പോയി അവിടെ എത്തി ഒരാഴ്ചയായിട്ടും കൊടുക്കണില്ല, 2 ആഴ്ചയായിട്ടും കൊടുക്കണില്ല. അതിൽ പിന്നെ ഇവിടെ നീ ട്രങ്ക് കൊടുക്കാൻ കൊണ്ട് അങ്ങനെയല്ല, ഇങ്ങനൊക്കെ നടന്ന് തിരിച്ചിട്ട് ആരോ എന്ന് പറയുമ്പോൾ എക്സ്ചേഞ്ചിൽ എടുക്കാൻ, എന്നിട്ട് ഓലാണ് കണക്ഷൻ കൊടുത്തിട്ടാണ് പിന്നെ എന്താക്കല്. അപ്പൊ ഇവനോട് എന്തൊക്കെ വിശേഷം, നാട്ടിലെത്തിയില്ലേ, എന്താ കുടുംബത്തിലൊക്കെ റാഹത്ത് തന്നെ, പിന്നെ ആ പൈസ എന്ത് അല്ല, ആ പൈസ അത് കേൾക്കണില്ലല്ലോ. അല്ല പൈസന്റെ കാര്യം എന്തായി, തീരെ സൗണ്ട് ഇല്ല കേട്ടോ. അപ്പൊ ഈ എക്സ്ചേഞ്ചിന്റെ ഒരാൾ പറഞ്ഞു, ഞാൻ കേൾക്കണ്ടല്ലോ, ഞാൻ കൊടുക്കണം. കേൾക്കണല്ലേ കൊടുക്കേണ്ടത്. ഹബീബുന മുഹമ്മദ് മുസ്തഫ. ഞാൻ ബുഖാരിയിലുണ്ടോന്നും ചോദിക്കണ്ട, അതൊക്കെ അമ്മാമാന്റെ ഹദീസാണ്. അല്ലാഹു തആല നമുക്ക് ഖൈർ തരട്ടെ. ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിൽ ബഹുമാനപ്പെട്ട സയ്യിദുനാ മലക്ക് ജിബ്രീൽ അദാഉൽ അമാന. മലക്ക് ജിബ്രീൽ ആരാണ്? ജിബ്രീൽ അൽ അമീൻ ഇല്ലേ, വഹി ഏൽപ്പിക്കപ്പെട്ട മഹാനാണ് ജിബ്രീൽ അലൈഹിസ്സലാം. അദാഉൽ അമാന. രണ്ടാമത്തെ കാര്യം ഏതാണ്? വിശ്വസിച്ചൊരു കാര്യം ഏൽപ്പിച്ചാൽ അത് പൂർത്തീകരിക്കണം, ചതിക്കരുത്. ഒരു രഹസ്യം പറഞ്ഞാൽ രഹസ്യമായിട്ട് വെക്കണം. നിങ്ങളോട് ഞാനൊരു സ്വകാര്യം പറഞ്ഞു, വേറെ ആരോടും പറയരുത്. ചില ആളുകൾക്ക് ഒരു സ്വഭാവമുണ്ട്, എല്ലാവരോടും പോയി പറയും. ആരോടും പറയണ്ടോ, ഞാൻ എന്നോടായിട്ട് പറഞ്ഞതാണ്, എല്ലാവരോടും അതെന്നെ പറയാം. ഒരു വിശ്വസിച്ചൊരു സ്വകാര്യം പറഞ്ഞാൽ അതൊരു അമാനത്താണ്. ഒരു വിശ്വസിച്ചൊരു കാര്യം ചെയ്താൽ അമാനത്താണ്. അമാനത്ത് പൂർത്തീകരിക്കുക. 2 ഇയാദത്തുൽ മരീദ്, രോഗിയെ സന്ദർശിക്കുക. നബി മുഹമ്മദ് മുസ്തഫ. ഇന്ന് ഞാൻ റസൂലുള്ളാഹിന്റെ ഒരു സംഭവം ഇങ്ങനെ വായിക്കണ സമയത്ത് അതിൽ കണ്ടു. അള്ളാഹു റബ്ബി മദീനത്ത് റസൂലുള്ള രോഗം സന്ദർശിക്കാൻ വേണ്ടി വീടുകളിൽ കൂടെ അങ്ങനെ പോകാൻ. എങ്ങനെ? അഖ്സൽ മദീന. അങ്ങനെ തന്നെയാണ് ഹദീസിന്റെ ഭാഷ. അഖ്സൽ മദീന. മദീനയുടെ അങ്ങേ അറ്റത്ത് ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരാളുണ്ട്. അവിടേക്ക് പോകണമെങ്കിൽ അങ്ങനത്തെ ബുദ്ധിമുട്ടാണ്. എന്നാൽ അദ്ദേഹത്തിന് രോഗമാണെന്ന് കേട്ടാൽ നബി മുഹമ്മദ് മുസ്തഫ ഇയാദത്തുൽ മരീദ്, രോഗ സന്ദർശനം, അത് വല്ലാത്ത പ്രതിഫലമുള്ള കാര്യമാണ്. മൂന്നാമത്തെ കാര്യം സയ്യിദുനാ മലക്ക് ജിബ്രീൽ തതാബുൽ ജനാസ. ജനാസയോടൊപ്പം നടക്കുക. ഒരാൾ മരണപ്പെട്ടു എന്ന് കേട്ടാൽ ആ ജനാസയുമായി ബന്ധപ്പെട്ട ശേഷക്രിയകൾ അത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണെന്ന് സയ്യിദുനാ മലക്ക് ജിബ്രീൽ. അതും പറഞ്ഞ് ജിബ്രീൽ അലൈഹിസ്സലാം അങ്ങോട്ട് മാറിയിട്ട് സുമ്മ ഹദർ, വീണ്ടും ആ മജ്ലിസിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം തിരിച്ചു വന്നിട്ട്, യാ റസൂലല്ലാഹ്, അല്ലാഹു ജല്ല ജലാലുഹു യുക്രിഉ അലൈക്കുമുസ്സലാം. അല്ലാഹുവിന്റെ റസൂലിനോട് ജിബ്രീൽ അലൈഹിസ്സലാം തിരിച്ചു വന്നിട്ട് നബിയേ, ഈ സഭക്ക് അല്ലാഹു തആല സലാം പറയുന്നുണ്ട്. അല്ലാഹു ജല്ല ജലാലുഹു യുക്രിഉ അലൈക്കുമുസ്സലാം. കിതാബുൽ ഹികമിന്റെ ശറഹിൽ ബഹുമാനപ്പെട്ടവർ രേഖപ്പെടുത്തുന്നുണ്ട്. ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് നബി തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറയുന്നു, അല്ലാഹു ജല്ല ജലാലുഹു യുക്രിഉ അലൈക്കുമുസ്സലാം. അല്ലാഹു നിങ്ങൾക്ക് സലാം പറയുന്നുണ്ട് നബിയെ. അല്ലാഹു തആല പറയുന്നുണ്ട്, അല്ലാഹു തആല അല്ലാഹുക്ക് ഇഷ്ടപ്പെട്ട 3 കാര്യമുണ്ട്. അല്ലാഹു പറയാൻ അല്ലാഹുക്ക് ഇഷ്ടപ്പെട്ട 3 കാര്യമുണ്ട്. യാ റബ്ബ് യാ റബ്ബ്. എന്താണ് അല്ലാഹു തആലക്ക് ഇഷ്ടപ്പെട്ട 3 കാര്യം? 1, ഹുബ്ബിബ ഇലയ്യ മിനദ് ദുനിയാ സലാത്ത്. അല്ലാഹു തആലക്ക് ഭൂമിയിൽ ഇഷ്ടപ്പെട്ട 3 കാര്യം. ഏതാണ് ആ 3 കാര്യം? ഓ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, അത് അല്ലാഹുക്ക് ഇഷ്ടപ്പെട്ട 3 കാര്യം. ലിസാനുൻ ദാകിർ, സദഖ റസൂലുള്ളാഹി. ലിസാനുൻ ദാകിർ, ദിക്ർ ചൊല്ലുന്ന നാവ്. ദിക്ർ ചൊല്ലുന്ന നാവ്. ഇവിടെ നമ്മളൊരു തഫ്സീർ പ്രത്യേകം പഠിക്കണം. അധികമായിട്ട് ദിക്ർ ചൊല്ലുന്ന സ്ത്രീകളും പുരുഷന്മാരും എന്ന് പറഞ്ഞ അധികം ഏതാണ്? നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ഒരിക്കൽ ചൊല്ലി, ഒരു 313 ചൊല്ലി, പിന്നെ ഒരു മാസത്തിന് കാണാനില്ല. അധികം എന്ന് പറഞ്ഞതുകൊണ്ട് അതല്ല അർത്ഥമാക്കുന്നത്.
പിന്നെയോ ജീവിതത്തിന്റെ ആട്ട അനക്കങ്ങൾ, രഹസ്യ പരസ്യങ്ങൾ, സന്തോഷ ദുഃഖങ്ങൾ എല്ലാ സ്ഥലത്തും ചൊല്ലേണ്ട ദിക്റുണ്ട്. നിങ്ങൾ നോക്കൂ, രാവിലെ എഴുന്നേറ്റ് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ടാണ് ദിക്ർ തുടങ്ങിയാൽ നമുക്ക് എല്ലാ സ്ഥലത്തും ചെരുപ്പ് ധരിക്കുമ്പോൾ ചൊല്ലേണ്ടത്, കണ്ണാടി നോക്കുമ്പോൾ ചൊല്ലേണ്ടത്, ഡ്രസ്സ് ധരിക്കുമ്പോൾ ചൊല്ലേണ്ടത്, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചൊല്ലേണ്ടത്, വീട്ടിലേക്ക് കയറുമ്പോൾ ചൊല്ലേണ്ടത്, ബാത്റൂമിൽ ചൊല്ലേണ്ടത്, ഇറങ്ങുമ്പോൾ ചൊല്ലേണ്ടത്, പള്ളിയിൽ കയറുമ്പോൾ ചൊല്ലേണ്ടത്, എല്ലാ ദിക്റുകളും അര സെക്കൻഡേ ഉള്ളൂ. അര സെക്കൻഡ്, ഒരു സെക്കൻഡ്, ഒരു മിനിറ്റ് നീളം നിൽക്കുന്ന ഒരു ദിക്റുണ്ടോ? ഏതെങ്കിലും നിത്യം ചെല്ലേണ്ട ദിക്റുകൾ ഏതെങ്കിലും ഉണ്ടോ? ഒരു മിനിറ്റ് മുഴുവൻ ചെല്ലേണ്ടത് ഇല്ല. അപ്പൊ നമ്മൾ സാധാരണ ചെല്ലുന്ന ദിക്റുകളിൽ കുറച്ച് നീളമുള്ളത് സുബ്ഹാനല്ലദി സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു, എത്ര സെക്കൻഡായി? അത്രേ ഉള്ളൂ. അപ്പൊ എല്ലാ ദിക്റുകളും അങ്ങനെ അല്ലാഹുമ്മ ഇഫ്തഹ് ലി അബ്വാബ റഹ്മതിക്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക്, വീട്ടിൽ നിന്ന് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ഒക്കെ അങ്ങനെയാണ്. വേഗം വേഗം ചൊല്ലി തീർക്കേണ്ടതേ ഉള്ളൂ. ഒക്കെ ആ ദിക്റുകൾ അധികമായി ദിക്ർ ചൊല്ലുക എന്ന് പറഞ്ഞാൽ ലിസാനുൻ ദാക്കിർ, അല്ലാഹു തആലക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ലിസാനുൻ ദാക്കിർ, ദിക്ർ ചൊല്ലുന്ന നാവ് എന്ന് വെച്ചാൽ സന്ദർഭത്തിനനുസരിച്ച ദിക്ർ ചൊല്ലുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സന്ദർഭത്തിനനുസരിച്ച ദിക്ർ ചൊല്ലുക. ചെരുപ്പ് ധരിക്കുമ്പോൾ ചൊല്ലേണ്ടത്, വസ്ത്രം ധരിക്കുമ്പോൾ ചൊല്ലേണ്ടത്, കണ്ണാടി നോക്കുമ്പോൾ ചൊല്ലേണ്ടത്, അങ്ങനെ അങ്ങോട്ട് തുടങ്ങിയിട്ട് അപ്പോൾ ചൊല്ലേണ്ടത്. അതാണ് അല്ലാഹു തആലക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ആ ദിക്റുകളൊക്കെ ഏതാണ്? അള്ളാന്ന് ചേർന്ന ദിക്റാണ്. ദിക്റുകളൊക്കെ നോക്കിയാൽ അതിൽ ഭൂരിഭാഗം ദിക്റുകളും ഏതാണ്? അള്ളാന്ന് ചേർന്ന ദിക്റാണ്. ബിസ്മില്ലാഹ്, ഖുൽ ഹുവല്ലാഹ്, സ്വല്ലല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. ഒരു മുഅ്മിനായ മനുഷ്യന്റെ നാവ് കൊണ്ട് ഒരു ദിവസം ആവർത്തിച്ച് പറഞ്ഞ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകേണ്ടത് അല്ലാഹ് അല്ലാഹ്. അതാണ് ലിസാനുൻ ദാക്കിർ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാഹ്, ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ്, ഞങ്ങളെ നാവ് കൊണ്ട് ദിക്ർ ചൊല്ലാൻ ഭാഗ്യം തരണേ അല്ലാഹ്. ഭൂമിയിൽ അല്ലാഹു തആല ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ലിസാനുൻ ദാക്കിർ. യാ റബ്ബ് യാ റബ്ബ്. ബഹുമാനപ്പെട്ട സഹോദരന്മാർ, ഇമാം അബൂദാവൂദ് റളിയല്ലാഹു അൻഹു ഹദീസ് മുഹദ്ദിസിങ്ങളിൽപ്പെട്ട വലിയ മഹാനാണ്. അബൂദാവൂദ് തങ്ങൾ വലിയ മഹാനാണ്. അബൂദാവൂദ് റളിയല്ലാഹു അൻഹു ഹദീസ് ദർസ് നടത്തുന്ന വലിയ മഹാനാണ്. സുനൻ അബൂദാവൂദ് സിഹാബിൽപ്പെട്ട പ്രധാനപ്പെട്ടതാണ്. അബൂദാവൂദ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ജീവിച്ചിരുന്ന ഔലിയാക്കൾപ്പെട്ട വലിയൊരു മഹാനാണ് അബ്ദുല്ലാഹി തുസ്തരി റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹി തുസ്തരി റളിയല്ലാഹു അൻഹു വലിയ ആത്മീയ ഗുരുവാണ്. ആ കാലത്ത് ഏറ്റവും അറിയപ്പെട്ട ആളാണ്. അത്ര വലിയ മുസ്തജാബ് ദഅവത്തായ മഹാനാണ്. ഒരു ദിവസം ഇമാം അബൂദാവൂദ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടുമുറ്റത്ത് അബ്ദുല്ലാഹി തുസ്തരി റളിയല്ലാഹു അൻഹു വന്നു. അബ്ദുല്ലാഹി തുസ്തരി റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോൾ അബൂദാവൂദ് തങ്ങൾ ആകെ ബേജാറായി പോയി. പടച്ചോനെ, ഈ മഹാൻ എന്തിനാണാവോ ഇവിടെ വന്നത്? ബഹുമാനപ്പെട്ടവർ ഓടി ഇറങ്ങി ബഹുമാനപ്പെട്ടവർക്ക് സലാം ചൊല്ലി സ്വീകരിച്ച് എന്താണാവോ ഇവിടെ നിന്ന് വന്നത്? ആ സമയത്ത് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി തുസ്തരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്, എന്റെ ഒരു ആഗ്രഹം പൂർത്തിയാക്കാൻ വേണ്ടി വന്നതാണ്. ആ സമയത്ത് അബൂദാവൂദ് തങ്ങൾ പറഞ്ഞു, മഹാനവറുകളെ, നിങ്ങൾ പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നില്ലേ? അബൂദാവൂദ് തങ്ങൾ പോലും അങ്ങോട്ട് ബഹുമാനിക്കുന്ന അത്ര വലിയ മഹാനാണ് അബ്ദുല്ലാഹി തുസ്തരി റളിയല്ലാഹു അൻഹു. ചരിത്രത്തിൽ ഒരുപാട് സംഭവങ്ങൾക്ക് സാക്ഷിയുള്ള ആളാണ് അബ്ദുല്ലാഹി തുസ്തരി തങ്ങൾ. ആ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, എനിക്ക് നിങ്ങളോടൊരു ആഗ്രഹം പൂർത്തിയാക്കാനുണ്ട്. എന്താണെന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, നിങ്ങൾ എപ്പോഴും ഹബീബ് മുഹമ്മദ് മുസ്തഫ മുത്ത് നബിയുടെ ഹദീസ് ഓതിക്കൊടുക്കുന്ന ആളാണ്. നിങ്ങൾ എപ്പോഴും റസൂലുള്ളാഹിന്റെ ഹദീസ് ഓതിക്കൊടുക്കുന്ന ആളാണ്. ഹദീസ് ഇങ്ങനെ ഓതലെങ്ങനെ? അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്നഹു ഖാല റസൂലുള്ളാഹി അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അന്നഹു ഖാല റസൂലുള്ളാഹി അൻ ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ അന്നഹു ഖാല റസൂലുള്ളാഹി. ഒരു ഹദീസിന്റെ കിതാബ് ദർസ് നടത്തുമ്പോൾ, ഒരു മണിക്കൂർ ഹദീസ് ദർസ് നടത്തുമ്പോഴേക്കും ആയിരക്കണക്കിന് സ്വലാത്തുകളാണ് ഹദീസ് ദർസ് നടത്തുന്ന ആളും കേൾക്കുന്ന ആളും. യാ റബ്ബ് യാ റബ്ബ്. ഇന്ന് ജീവിച്ചിരിപ്പുള്ള കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട സുൽത്താൻ ഉലമാ കാന്തപുരം ഉസ്താദ്, അല്ലാഹുവേ ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്, ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്, ഇസ്സത്ത് കൊടുക്കണേ അല്ലാഹ്.
ഏത് സമയത്തും ഇത്രയൊക്കെ അസുഖമായിട്ടും രാവിലെ എഴുന്നേറ്റ് റെഡിയായി സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഉസ്താദിന്റെ ബുഖാരി ദർസ് ആരംഭിച്ചു. ആ ദർസിൽ ഇങ്ങനെ ഇരിക്കാൻ അല്ലാഹു റബ്ബി 1000 മുതഅല്ലിമീങ്ങൾ ഒരൊറ്റ സഭയിൽ മൈക്ക് വെച്ചിട്ടാണ് ഉസ്താദിന്റെ ദർസ്. ഇപ്പൊ ആ ദർസ് അതിങ്ങനെ ഓൺലൈനിൽ അപ്പപ്പോൾ ലൈവായിട്ട് എവിടെയൊക്കെ കേൾക്കാണ്. അത് ഈജിപ്തിൽ കേൾക്കുന്നുണ്ട്, ഇറാഖിൽ കേൾക്കുന്നുണ്ട്, അബുദാബിയിൽ കേൾക്കുന്നുണ്ട്, ദുബായിലുണ്ട്, സൗദിയിലുണ്ട്, ലോകത്തിന്റെ പല ഭാഗത്തും. ആ ദർസാണ് തുടങ്ങുമ്പോൾ ഉസ്താദ് അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്നഹു ഖാല റസൂലുള്ളാഹി, അതാണ് പറയുമ്പോഴേക്ക് ലോകത്തിന്റെ നാനാ ഭാഗത്തും സല്ലല്ലാഹു മുത്തുനബിന്റെ സ്വലാത്ത്, ലക്ഷക്കണക്കിന് സ്വലാത്ത് മുത്തുനബിന്റെ ഹദറത്തിലേക്ക് എത്തിക്കാൻ ഭാഗ്യം ലഭിച്ച ഇതുപോലത്തെ ഒരു മഹാൻ ആകാശത്തിന് ചുവട്ടിൽ ജീവിച്ചിരിപ്പുണ്ടോ? നമ്മൾ കേട്ടിട്ടില്ല. അതാണ് ഉസ്താദ് അവர்கள் പറഞ്ഞത്, ഞാൻ സ്വർഗത്തിലെത്തിയാൽ അല്ലാഹു തആല ഓരോരുത്തരുടെയും ഇഷ്ടം സാധിപ്പിച്ചു കൊടുക്കും. എനിക്ക് അവിടെ വെച്ചുകൊണ്ട് ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് ചോദിച്ചാൽ സ്വർഗത്തിൽ കുറച്ച് മുതഅല്ലിമീങ്ങൾക്ക് ബുഖാരി ദർസ് നടത്തി കൊടുക്കലായിരിക്കും എന്റെ ഇഷ്ടമെന്ന് സുൽത്താനുൽ ഉലമാ. അല്ലാഹുവേ ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാ. ഓ ഉമ്മ പങ്ങന്മാർ, സഹോദരന്മാരെ, ആരാണ് ആ മഹാൻ എന്ന് നമ്മൾ അറിയണം കേട്ടോ. ആരാണ് ബഹുമാനപ്പെട്ടവർ? ഇത്രയധികം സ്വലാത്ത് മുത്തനബിന്റെ ഹദറത്തിലേക്ക് എത്തിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരു മഹാനെ കാണാൻ കഴിയുമോ? ലിസാനുൽ ദാക്കിർ, ദിക്ർ ചൊല്ലുന്ന നാവാണ് അല്ലാഹു തആലക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഒരു ദിവസം നമ്മുടെ നാവ് കൊണ്ട് പറഞ്ഞ കൂട്ടത്തിൽ ഏറ്റവും അധികം അല്ലാഹ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നിസ്കരിക്കാൻ വേണ്ടി നിന്നാ നിങ്ങൾ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, സമി അല്ലാഹു ലിമൻ ഹമിദ, അല്ലാഹ് അല്ലാഹ് അല്ലാഹ്. അതിങ്ങനെ ജീവിതത്തിലുടനീളം അസ്തഗ്ഫിറുല്ലാഹ്, ഖുൽ ഹുവല്ലാഹ്, സ്വല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹ് അല്ലാഹ് അല്ലാഹ്. ഇങ്ങനെ ഒരാൾക്ക് പതിവുണ്ടോ? സക്കറാത്തിന്റെ സമയത്തിലേക്ക് അങ്ങോട്ട് എത്തുമ്പോൾ ബോധ മനസ്സ് നഷ്ടപ്പെടും. മനുഷ്യൻ അബോധ മനസ്സിലേക്ക് പോകും. ആ ബോധ മനസ്സിൽ എപ്പോഴും നിലനിൽക്കുന്ന അധികം പറഞ്ഞത് അല്ലാ എന്നാണോ? അസ്റായീൽ അലൈഹിസ്സലാമിനെ കാണുമ്പോൾ അല്ലാ 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 അതിങ്ങനെ പറയാൻ അദ്ദേഹത്തിന് ഭാഗ്യമുണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ. മൻ കാന ആഖിറു കലാമിഹി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇരിക്കട്ടെ, അബ്ദുല്ലാഹി തുസ്തരി റളിയല്ലാഹു അൻഹു ആ ഹദീസിന്റെ പണ്ഡിതന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അഖ്രിജ് ലിസാനക അല്ലദീ ഹദ്ദസ്ത അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹത്താ ഉഖബ്ബിലഹു. ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നത് എന്തിനാണെന്നറിയോ? നിങ്ങൾ എപ്പോഴും അല്ലാഹു റസൂലിന്റെ ഹദീസ് ഇങ്ങനെ ഓതി കൊടുക്കുന്ന ആളാണ്. നിങ്ങളെ നാവ് സ്വല്ലല്ലാഹ് 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 മുത്തുനബിയുടെ മഹബ്ബത്ത് കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നതാണ് നിങ്ങളുടെ നാവ്. ആ നാവിലുള്ള ഓരോ ഉമിനീരും ഹബീബിന്റെ പൊരുത്തമല്ലേ? അതുകൊണ്ട് അഖ്രിജ് ലിസാനക അല്ലദീ ഹദ്ദസ്ത അൻ റസൂലില്ലാഹ്, മുത്തുനബിയെ പറ്റി ഹദീസ് പറയുന്ന നിങ്ങളെ നാവ് അതൊന്ന് എനിക്ക് നീട്ടി തരുമോ? ഞാൻ നിങ്ങളെ നാവ് ഒന്ന് ചുംബിക്കട്ടെയോ? സുബ്ഹാനല്ലാഹ്. ഓ പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും ബിദ്അത്തുകാര് പറയുന്നത് കേട്ടിട്ട് മഹബ്ബത്തിൽ നിന്ന് തെറ്റിപ്പോകണ്ട കേട്ടോ. മഹബ്ബത്ത് എന്ന് പറഞ്ഞാൽ സുന്നത്ത് നിസ്കരിക്കൽ മാത്രമല്ല. മഹബ്ബത്ത് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും അമൽ ചെയ്യൽ മാത്രമല്ല. മഹബ്ബത്തിന് അങ്ങനെ ആരും പരിധി നിശ്ചയിക്കാൻ നിൽക്കേണ്ടതില്ല. നിങ്ങൾ നോക്കൂ, ഔലിയാക്കൽപ്പെട്ട മഹാൻ ബഹുമാനപ്പെട്ട അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹുവിനോട് വന്നിട്ട് പറയാണ്, നിങ്ങളെ നാവൊന്ന് നീട്ടിത്തരണം, ഞാനൊന്ന് ചുംബിക്കട്ടെ. അത് മഹബ്ബത്താണ്, അത് മഹബ്ബത്താണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ മഹബ്ബത്താണ് റസൂലുള്ളാഹി തങ്ങൾ ഹജറുൽ അസ്വദ് നെറ്റിത്തടം വെച്ചുകൊണ്ട് ആ മഹബ്ബത്താണ്. അതാണ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, കല്ലേ, നീ ഒരു കല്ലാണെന്ന് എനിക്കറിയാം, പക്ഷേ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹബ്ബത്ത് വെച്ചുകൊണ്ട് അവിടുത്തെ നെറ്റിയും അവിടുത്തെ ചുണ്ടും നിന്നെ ചുംബിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ മഹബ്ബത്തിന് ആരും പരിധി നിശ്ചയിക്കണ്ട. ഹുബ്ബുൻ നബി വഹുബ്ബുൽ ആലി റുക്നാനി ലാ ഫർഖ ബൈനഹുമാ യാ അഹ്ല ഈമാനി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് വെക്കുക, അവിടുത്തെ അഹ്ലു ബൈത്തിനെ മഹബ്ബത്ത് വെക്കുക, ആലുൻ നബിയെ മഹബ്ബത്ത് വെക്കുക. ആ മഹബ്ബത്ത് പ്രിയപ്പെട്ട മുഅ്മിനുകളെ, അത് അല്ലാഹുവിന്റെ ദീനിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. യുഹിബ്ബുക്കുമുല്ലാഹ്, അല്ലാഹു നിങ്ങളെ മഹബ്ബത്ത് വെക്കണോ? അല്ലാഹ് മഹബ്ബത്ത് വെച്ചതിനെ മഹബ്ബത്ത് വെക്കണം. മുഹമ്മദുർ റസൂലുള്ളാഹി
അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ചതാണ് ഹുബ്ബ്. അത് ഈമാനിന്റെ രുചിയാണ്. ആ രുചി ആസ്വദിക്കാൻ ആർക്ക് ഭാഗ്യമുണ്ടോ അവർക്കാണ് വിജയമുണ്ടായത്. അതാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ റസൂലുള്ളാഹിന്റെ റൗള ശരീഫിന്റെ അടുത്ത്, അവിടുത്തെ ഹുജറ ശരീഫിന്റെ അടുത്ത് ഇങ്ങനെ വെച്ചപ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ ഹുജറയിൽ നിന്ന് ഒരു അശരീരി സൗണ്ട് ഇങ്ങനെ വന്നല്ലോ പുറത്തേക്ക്. അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ്, അദ്ഖിലുൽ ഹബീബ് ഇലൽ ഹബീബ്. എന്റെ ഹബീബിനെ നിങ്ങൾ എന്റെ അടുത്തേക്ക്, എന്റെ ചാരത്തേക്ക് മുത്തുനബിനെ മഹബത്ത് വെച്ചു സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. അതുപോലത്തെ ഒരു മുഹബ്ബ് വേറെ ഇല്ലല്ലോ. മഹബത്ത് കൊണ്ട് ലോകം മുഴുവനും സമ്മതിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. അമ്പിയാക്കളെ കഴിഞ്ഞാൽ, റസൂലുള്ളാഹിനെ കഴിഞ്ഞാൽ ഈ ഉമ്മത്തിലെ ഒന്നാം സ്ഥാനം ആർക്കാണ്? സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. സിദ്ദീഖ് തങ്ങൾ അധികം ഇബാദത്ത് എന്താണ്? ഇല്ല. ബഹുമാനപ്പെട്ട മറ്റ് സ്വഹാബാക്കൾക്കൊക്കെ നിസ്കാരം തന്നെ മൂപ്പർക്കുള്ളൂ, എല്ലാവരും സക്കാത്ത് തന്നെ മൂപ്പർക്കുള്ളൂ. പക്ഷെ എന്താണുള്ളത്? മുത്തുനബിയുള്ള ഹുബ്ബ്. ഇഷ്ടപ്പെട്ടതിനെ മറ്റൊരാൾക്ക് കൊടുക്കുക, ഇഷ്ടപ്പെട്ടതിനെ മറ്റൊരാൾക്ക് കൊടുക്കുക. നിങ്ങൾ നോക്കൂ, ഇഷ്ടപ്പെട്ടത് കൊടുക്കണം. ബഹുമാനപ്പെട്ട ബീബി ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ഭർത്താവ് മുഹമ്മദ് മുസ്തഫ, അതിന്റെ തൊട്ടടുത്ത് കിടക്കുന്നു സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. അതിന്റെ തൊട്ടടുത്തൊരു ഖബറിന്റെ സ്ഥലമുണ്ട്. ആ ഖബർ ആയിഷ ബീബി ഏറ്റവും ഇഷ്ടപ്പെട്ടു വെച്ച സ്ഥലമാണ്. ആയിഷ ബീവിക്ക് ദുനിയാവിന്റെ മുകളിൽ അത്ര ഇഷ്ടപ്പെട്ട മറ്റൊരു ഭൂമിയില്ല. അത് ഇഷ്ടത്തോടുകൂടെ കാത്തു സൂക്ഷിച്ച് നിൽക്കുന്ന സമയത്ത് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മകനെ പറഞ്ഞയച്ചു, ആയിഷുമ്മയോട് ഒന്ന് ചോദിച്ചു നോക്കണം. ആയിഷുമ്മ ബീവി ഏറ്റവും ഇഷ്ടപ്പെട്ട് കാത്തു വെച്ചിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. മുത്തുനബിന്റെ തൊട്ട്, സിദ്ദീഖ് തങ്ങളെ തൊട്ട്. അല്ലാഹ്, അവര് മൂന്നുപേരും എങ്ങനെയാണ് നടക്കുന്നത്? ഒരു സംഭവത്തിൽ കാണാം. ഒരിക്കൽ റസൂലുള്ളാഹി തങ്ങൾ നടക്കുകയാണ്, ഒപ്പം രണ്ടുപേരുണ്ട്. ആര്? സിദ്ദീഖ് തങ്ങളുണ്ട്, ഉമർ ഖത്താബ് തങ്ങളുണ്ട്. എപ്പോഴും നടക്കുമ്പോ എങ്ങനെ നടക്കാം? റസൂലുള്ളാഹി മുന്നിൽ, രണ്ടടി പുറകിലായിട്ട് സിദ്ദീഖ് തങ്ങൾ, അതിന്റെ ഒരടി ബാക്കിലായിട്ട് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു. അതാണ് അദബ്. ആ രൂപത്തിലേ നടക്കാറുള്ളൂ. അല്ലാഹ്, ഒരു ദിവസം സംസാരിച്ചിങ്ങനെ നടക്കുന്നതിന്റെ ഇടയ്ക്ക് ഉമർ ഖത്താബ് തങ്ങൾ രണ്ടടി അങ്ങോട്ട് മുന്നോട്ട് വന്നു. റസൂലുള്ളാഹി അവിടെ നിന്ന് ചോദിച്ചു, ഉമറെ, ആരെ മുമ്പിലേക്കാണ് നിങ്ങൾ കാലെടുത്ത് വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു. ഇതാണ് അദബ്. ഇതാണ് അദബ്. മുറാഅത്തുൽ ആദാബി ഔലാ മിനൽ അഹ്കാം. മഹബ്ബത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണത്. ഞാൻ പറയുന്നത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അങ്ങേയറ്റം മഹബ്ബത്ത് വെച്ച് സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലം. ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് തങ്ങൾ ചോദിച്ചപ്പോൾ അല്ലാഹു റബ്ബി, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് റസൂലുള്ളാഹിന്റെ മുഹബ്ബിനെ അങ്ങോട്ട് കൊടുത്തു. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഇപ്പൊ എങ്ങനെയാണ് റൗള ശരീഫ്? ബഹുമാനപ്പെട്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബി തങ്ങളുടെ അരക്കെട്ടിന് നേരെ കുറച്ച് മുകളിലായിട്ട് ഇങ്ങനെ റസൂൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു യുടെ ഏകദേശം ഒരു മുട്ടിൻകാലിന്റെ കണ്ണങ്കാലിൻ അവിടേക്ക് ഇങ്ങനെ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് ഹയാത്ത് കാലത്തുണ്ടായിരുന്നത് പോലെ ഹബീബുനാ റസൂലുള്ളാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാം മുഹിബ്ബീങ്ങളാവണം, നാം മുഹിബ്ബീങ്ങളാകണം. അല്ലാഹു ഭാഗ്യം തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു ഇഷ്ടപ്പെട്ട മൂന്ന് കാര്യങ്ങളിൽ ഒന്ന് ലിസാനുൻ ദാക്കിർ. പൂർത്തീകരിക്കാൻ നിന്നാൽ നമ്മളെ കൃത്യം പേക്കും. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ബാക്കി രണ്ടെണ്ണം നമുക്ക് നാളെ പറയാലേ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇൻഷാ അല്ലാഹ് നമ്മളെ ഈ 10-ാം ദിവസമാണ് ഇന്ന്. നാളെ ഇൻഷാ